السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده وصائر علماء ملته وأولياء أمته والإمام علي الشالياتي وجميع مشائخنا في سلاسلتنا وسلسلته وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. يثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: الدنيا ملعونة وملعون ما فيها إلا ذكر الله أو عالم أو متعلم. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ഇമാം ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളുടെ പിതാവും ഷെയ്ഖും മുർഷിദും ഉസ്താദും മുറബ്ബിയായ ഷെയ്ഖുൽ മശായിഖ് ഉസ്താദുൽ ആരിഫീൻ ഇമാദുദ്ദീൻ അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിൻ്റെ ദിനമാണ് പരിശുദ്ധ റമദാൻ ഷരീഫ് 24-ാമത്തെ ഇന്നത്തെ ദിനം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാദുദ്ദീൻ അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ 1265 ഹിജ്റ മുതൽ 1334 ഹിജ്റ വരെ, അതായത് 1849, അതായത് 1849 മുതൽ 1916 വരെ പ്രത്യക്ഷമായ ജീവിതം ജീവിച്ച് ഇവിടെ ദീനി ഖിദ്മത്തുകൾ, അതുപോലെ ആത്മീയമായ ഒരുപാട് വളർച്ചകൾ ഇവിടെ പ്രവർത്തിച്ച മഹാമനുഷ്യയാണ് ബഹുമാനപ്പെട്ട ഇമാദുദ്ദീൻ അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി. മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിൻ്റെ ദിനമായതുകൊണ്ട് ഉറൂസുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നതിൻ്റെ മുമ്പ് മഹാനവറുകളുടെ ജീവിതത്തിലേക്ക് ചെറിയ ഒരു നോട്ടം നമുക്ക് ആദ്യമായി സംസാരിക്കാം. ബഹുമാനപ്പെട്ട ഇമാദുദ്ദീൻ അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 1265 ഹിജ്റയിൽ, അതായത് 1849 ബഹുമാനപ്പെട്ടവർ ജനിച്ചത്. ബഹുമാനപ്പെട്ടവർ പഠിച്ചത് മുഴുവനും അവിടുത്തെ പിതാവായ അഷെയ്ഖ് മുഹിയുദ്ദീനിൽ കാലിക്കോത്തി, അതുപോലെ അഷെയ്ഖുൽ അല്ലാമ അഹമ്മദ് അൽ കാലിക്കോത്തി, അതുപോലെ അഷെയ്ഖുൽ അല്ലാമ അബൂബക്കർ അൽ കാലിക്കോത്തി റഹ്മത്തുള്ളാഹി അലൈഹിം തുടങ്ങിയ ഒരുപാട് മഹത്തുക്കളിൽ നിന്നാണ് മഹാനവറുകൾ ഇൽമുകൾ പഠിച്ചിട്ടുള്ളത്. മഹാനവറുകൾ വിവാഹം ചെയ്തത് ഷാലിം ഷെരീഫിൽ നിന്ന് ഫരീദ ബിൻത്ത് സ്വഗീർ ഹസൻ, അതായത് കുട്ടി ഹസൻ എന്ന പേരിൽ അറിയപ്പെടുന്നവരുടെ മകളായ ഫരീദ എന്നവരെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. 7 മക്കളാണ് അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾക്കുള്ളത്. 4 ആമക്കളും 3 പെമ്മക്കളും. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സആദാത്ത് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. ഏതായാലും ബഹുമാനപ്പെട്ട ഉസ്താദുൽ ആരിഫീൻ ഇമാദുദ്ദീൻ അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ നാട് കോഴിക്കോടാണ്. പിന്നീട് ബഹുമാനപ്പെട്ടവർ ശാലിയാത്തു ഷരീഫയിലേക്ക് താമസം മാറിയതാണ്. ബഹുമാനപ്പെട്ട ഇമാദുദ്ദീൻ അലിയു ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി വലിയ ആലിമും ആരിഫും, അതോടുകൂടെ ഫഖീഹും സൂഫിയും, അതുപോലെ മുദർറിസും മുർഷിദുമായിരുന്നു മഹാനായ ഇമാം അലിയു ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി. ഇടയങ്ങര ഇളയൻ്റെ പള്ളിയിൽ, അതായത് ഇളയൻ്റെ മസ്ജിദിൽ ധാരാളം വർഷങ്ങൾ ദർസ് നടത്തി. നല്ലളം ജുമാ മസ്ജിദിൽ ദർസ് നടത്തുമ്പോഴാണ് മകൻ ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ മുത്തഅല്ലിമായത്.
ഒരുപാട് സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തി. ബുഖാരി സാദാത്യങ്ങൾ അറിയപ്പെട്ട സ്ഥലമായ കരുവന്തുരുത്തി, അതുപോലെ കടലുണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കരുന്തുരുത്തിയിൽ ബഹുമാനപ്പെട്ടവർ ദർസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ ശാലിയം ഷരീഫ്, അവിടെയും ദർസ് നടത്തിയിട്ടുണ്ട്. അവിടെ എല്ലാം മറവട്ടെടുക്കുന്ന ബുഖാരി സാദാത്യങ്ങളെ മറ്റു മഹാന്മാരുടെയൊക്കെ ദർജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ഏതായാലും ഇളയണ്ട പള്ളിയിലാണ് ഒരുപാട് വർഷങ്ങൾ മഹാനവറുകൾ ദർസ് നടത്തിയത്. നല്ലലം ജുമാ മസ്ജിദിൽ ദർസ് നടത്തുമ്പോൾ മകൻ ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ മുതഅല്ലിമായി. മഹത്തുക്കൾ പറഞ്ഞതുപോലെ മൻ അല്ലമന്നാസ ദാക ഖൈറു അബി ദാക അബുർ റൂഹി ഇലാ അബുൻ നുത്ഫി. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹത്വമാണ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാധ്യതയാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളോടുള്ളത്. അതിൻ്റെ ശേഷം മാതാപിതാക്കൾക്ക്, അതിൻ്റെ ശേഷം ഉസ്താദുമാരോടാണ് ബാധ്യത ഉള്ളത്. ചില നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ഹുഖൂഖ്, അതിൻ്റെ ശേഷം ഉസ്താദുമാരോട്, അതിൻ്റെ ശേഷം മാതാപിതാക്കളോട്. ഹഖുൽ മുഅല്ലിമി അഅ്ളു മിൻ ഹഖിൽ വാലിദൈനി എന്ന നിലക്ക് അങ്ങനെയുമാണ്. ഏതായാലും ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹിയുടെ പിതാവ് ഇമാദുദ്ദീൻ അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പിതാവ് മാത്രമല്ല, അവിടുത്തെ എല്ലാ നിലക്കുള്ള തറക്കിക്ക് കാരണക്കാരൻ ബഹുമാനപ്പെട്ട ഇമാം അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇമാം അഹമ്മദ് കോയ ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവുമാണ്, ഉസ്താദുമാണ്, ഷെയ്ഖുമാണ്, മുറബ്ബിയുമാണ് ബഹുമാനപ്പെട്ട ഇമാം അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഇമാദുദ്ദീൻ അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരുപാട് ഫതാവകളുണ്ട്. അതുപോലെ അബിയാത്തു അക്കാബിറിൽപ്പെട്ട തഖ്മീസാത്ത്, അബിയാത്ത് അക്കാബിരിങ്ങളായ മഹത്തുക്കളുടെ ബൈത്തുകൾക്ക് ഒരുപാട് തഖ്മീസാത്ത്, പഞ്ചവൽക്കരണങ്ങൾ മഹാനായ ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാന്റെ പിതാവ് അലി ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളും എഴുതിയിട്ടുണ്ട്. ഒരുപാട് മന്നൂബുകൾ, ബൈത്തുകൾ, ചിലതെല്ലാം മർക്കസു അക്കാബിരി അഹ്ലുസുന്ന ദാറുൽ ഇഫ്താൽ അസ്ഹരിയ ഷാലിയാത്തു ഷരീഫിൽ നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ആത്മീയമായ ശിക്ഷണത്തിൽ വളരുകയും അങ്ങനെ മഹാനായ ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി ശരീഅത്തിലും ത്വരീഖത്തിലും എല്ലാത്തിലും ബഹുമാനപ്പെട്ടവരുടെ മാർഗദർശി ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹിയുടെ പിതാവ് അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അതായത് ഇമാം അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹിയുടെ എല്ലാ വിഷയത്തിലും ശരീഅത്തിലും ത്വരീഖത്തിലും എല്ലാം ആഖിദും ഖായിദുമായിരുന്നു മഹാനായ അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി വറഖാത്തുൽ അസ്ഹരിയിൽ പല സ്ഥലത്തും തൻ്റെ പിതാവായ അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ കുറിച്ച് പറഞ്ഞത് കാണാം. ഷെയ്ഖി വ സയ്യിദി സനദി വ വസീലത്തി ബൈനി വ ബൈന റബ്ബി വ വാലിദി എന്നൊക്കെ പരിചയപ്പെടുത്തിയത് കാണാം. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ പിതാവായ റഈസുൽ മുത്തക്കല്ലിമീൻ അല്ലാമ നഖി അലി ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സംബന്ധിച്ച് പല സ്ഥലത്തും ഇങ്ങനെ വിശേഷിപ്പിച്ചത് കാണാം. അതേപോലെ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പിതാവായ ബഹുമാനപ്പെട്ട അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സംബന്ധിച്ചും ധാരാളം ഇങ്ങനെ പറഞ്ഞത് കാണാം. ചുരുക്കി പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ ബഹുമാനപ്പെട്ട ഇമാം അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ നിലക്കും വളർത്തിയിട്ടുണ്ട്. മഹാനവറുകൾക്ക് നിർബന്ധമായ വിഷയങ്ങൾ, ഫർള് ഐനായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി നല്ലവണ്ണം പഠിപ്പിച്ചു. അഖായിദും ഫിഖ്ഹും അതുപോലെ തസവുഫ്, മുആമലത്ത്, ഫർള് ഐനായ കാര്യങ്ങൾ അതെല്ലാം ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ബഹുമാനപ്പെട്ട അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി ശരിക്കും പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളിൽ നിന്ന് ഈ ഫർള് ഐനായ ഉലൂമിലും അതുപോലെ അതിൻ്റെ ആയുധങ്ങളായ ഒരുപാട് ഉലൂമ് ഫുനൂനുകളിൽ വലിയ ഒരു മഹാറത്ത്, താമ, വലിയ ഒരു കഴിവ് ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. വലിയ കഴിവ് അത് മുഖേന മഹാനവറുകൾക്കുണ്ടായി.
മാത്രമല്ല അഖായിദിൽ വളരെ പ്രധാനപ്പെട്ട ലറൂറിയാത്തുദ്ദീൻ, രണ്ടാം സ്ഥാനമായ ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്ന, ഒരു യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിലും യഥാർത്ഥ സുന്നി ആകണമെങ്കിലും വളരെ നിർബന്ധമായി ആവശ്യമുള്ള ഈ രണ്ട് വിശ്വാസങ്ങൾ ലറൂറിയാത്തുദ്ദീൻ, അതിൽ നിന്ന് ഒന്ന് നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്ന, അതിൽ നിന്ന് ഒന്ന് നിഷേധിച്ചാൽ സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകും. അങ്ങനെയുള്ള സംഗതികളെല്ലാം മഹാനവറുകൾ വലിയ കഴിവ് നേടുകയും മാത്രമല്ല ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ പിതാവിൻ്റെ തർബിയത്തിലായി ഈ അഖായിദിൻ്റെ വിശദീകരണങ്ങളുള്ള 10,000 ഗ്രന്ഥങ്ങൾ തൻ്റെ കുത്തുബ്ഖാന അസ്ഹരിയ ദാറുൽ ഇഫ്തായിൽ അസ്ഹരിയിൽ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവകളെല്ലാം ധാരാളം മുത്താല ചെയ്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾക്ക് തഅലീഖാത്തും മറ്റും എഴുതുകയും മഹാനായ ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം പ്രചോദനം അവിടുത്തെ വാലിദും മുറബിയുമായ ഷെയ്ഖുമായ ഉസ്താദുൽ ആരിഫീൻ അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ തർബിയത്തും തിരുനോട്ടമായിരുന്നു. അതിലെല്ലാം വലിയ ഒരു ലസ്സത്ത് മഹാനവറുകളിൽ നിന്ന് മകനായ ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പ്രചോദനം നൽകിയതും അതിലെല്ലാം ലസ്സത്തുൽ കാമില, മാത്രമല്ല എത്ര പഠിച്ചാലും ഇനിയും പഠിക്കണം എന്നവർ ലസ്സത്ത് ഒരുപാട് പിതാവിൽ നിന്ന് പഠിച്ചതിന് ശേഷം എന്നിട്ട് വെല്ലൂരിൽ നിന്നും അതുപോലെ ഉത്തർപ്രദേശിലെ ബറേലി ഷെരീഫിൽ നിന്നും അങ്ങനെ ഒരു മക്കയിൽ നിന്നും അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് റബ്ബി സിദ്നി ഇൽമ എന്ന നിലക്ക് കൂടുതൽ ഇൽമു പഠിക്കാൻ ആ ഇൽമിന്റെ ലസ്സത്ത് കരസ്ഥമാക്കിയത് ബഹുമാനപ്പെട്ട പിതാവിൽ നിന്നാണ്. അന്ന ലസ്സത്തൽ ഹാസിലത ബിൽ ഇൽമി അക്മലുൽ ലസ്സാത്ത് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി തഫ്സീറുൽ കബീറിൽ പറഞ്ഞതുപോലെ ഇൽമു കൊണ്ട് കിട്ടുന്ന രസം അത് വല്ലാത്ത ഒരു രസമാണ്. രസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പരിപൂർണമായതാണ്. ആ നിലക്ക് എല്ലാ നിലക്കും ലസ്സത്ത് കരസ്ഥമാക്കിയത് തൻ്റെ പിതാവിൽ നിന്നാണ് മഹാനായ ഇമാം അഹ്മദ് ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി. അതോടുകൂടെ മൂന്നാമത്തെ സ്റ്റെപ്പായ മഅമൂലാത്തു അഹ്ലി സുന്ന, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുണ്യ ആചാരങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുണ്യ ആചാരങ്ങളായ അതിൽപ്പെട്ടതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലൂദ് ഷരീഫ്, മീലാദ് ഷരീഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലൂദ് ഷരീഫിന്റെ കിതാബും അതുപോലെ മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹത്തുക്കളുടെ മദ്ഹ്, മൗലിദ്, മനാഖിബ് ഗ്രന്ഥങ്ങളും ഇമാം അഹ്മദ് ഷാലിയാത്തു റഹ്മത്തുള്ളാഹി രചിച്ചതും അതും അവിടുത്തെ പിതാവായ ഇമാം ഇമാദുദ്ദീൻ അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ കുട്ടിക്കാലം മുതൽ തന്നെ മഹാനവറുകൾ തൻ്റെ മകൻ്റെ മനസ്സിൽ ഇട്ടുകൊടുത്ത ഇഷ്ഖുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹബ്ബത്തു അഹ്ബാബില്ലാഹ്, മഹബ്ബത്തുൽ അംബിയാ വൽ ഔലിയാ വസ്സാലിഹീൻ എന്നതിൻ്റെ ഭാഗമാണ്. ഇമാം അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി ആ സ്നേഹം, ആ മഹത്തുക്കളോടുള്ള ബന്ധം കുട്ടിക്കാലം മുതൽക്കേ തൻ്റെ മകനായ ഇമാം ശിഹാബുദ്ദീൻ അഹ്മദ് ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകൾക്ക് നൽകിയിട്ടുണ്ട്. യഥാർത്ഥ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾ യഥാർത്ഥ മുഅ്മിനീങ്ങളായ മക്കളെ ഏത് വിധത്തിൽ വളർത്തണം എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും അയിമ്മത്തും പഠിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഇമാം അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി പരിപൂർണമായി തൻ്റെ മകനായ ഇമാം അഹ്മദ് ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹിം മറ്റും ആ വിധത്തിലാണ് വളർത്തിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു തഹരീം 6-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അതുപോലെ അതിന്റെ തഫ്സീരിൽ ബഹുമാനപ്പെട്ട ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി ജാമിഉൽ ബയാൻ തഫ്സീർ തൊബരിയിൽ അലി റളിയല്ലാഹു അൻഹു തൊട്ട് പറഞ്ഞതുപോലെ അല്ലിമൂഹും വഅദ്ദിബൂഹും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് പറഞ്ഞതുപോലെ യഅമലൂ ബിത്വാഅത്തില്ലാഹി വത്തഖൂ മആസിയല്ലാഹി വമുറൂ അഹ്ലീകും ബിദ്ദിക്രി യുൻജീകുമുല്ലാഹു മിനന്നാർ. അതുപോലെ മുജാഹിദ് റഹിമഹുല്ലാഹിനെ തൊട്ട് പറഞ്ഞതുപോലെ ഇത്തഖുല്ലാഹ വഔസു അഹ്ലീകും ബിത്തഖ്വല്ലാഹ്. ഖതാദ റളിയല്ലാഹു അൻഹു തൊട്ട് പറഞ്ഞു യഖീഹി മൻ യഅമുറുഹും ബിത്വാഅത്തില്ലാഹി വയൻഹാഹും അൻ മഅസിയതിഹി വൻ യഖൂമ അലൈഹി ബിഅംരില്ലാഹി യഅമുറുഹും ബിഹി വയുസായിദുഹും അലൈഹി ഫഇദാ റഅയ്ത ലില്ലാഹി മഅസിയതൻ
റദഅതുഹും അൻഹാ വസജർതുഹും അൻഹാ എന്ന് ഇമാം തബരി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുകയാണ്. അതായത് മക്കൾക്ക് നല്ല ഇൽമു പഠിപ്പിക്കണം, അവർക്ക് അദബ് പഠിപ്പിക്കണം, അവർക്ക് അള്ളാഹുവിൻ്റെ ത്വാഅത്ത് നമ്മൾ സ്വന്തമായി ചെയ്യുകയും ദോഷങ്ങളെ തൊട്ട് സൂക്ഷിക്കുകയും അതോടുകൂടെ മക്കൾക്ക് കുടുംബത്തിനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തുന്ന വിധത്തിൽ ദിക്ർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നും കുടുംബത്തിനോട് തഖ്വ കൊണ്ട് അള്ളാഹുവിൻ്റെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യണമെന്നും അവരെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ അവരെ തടയുകയും വേണമെന്നും എല്ലാം മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ ആ വിധത്തിൽ വളർത്തിയ മഹാനാണ് ഇമാം അലി ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇമാം അഹ്മദ് ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ മറ്റു മക്കളെയും. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹ 132 പറഞ്ഞതുപോലെ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ സിനീന വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്റിൻ വഫർഖൂ ബൈനഹും ഫിൽ മളാജി. അതായത് 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. മാത്രമല്ല അവരെ കെടുത്തം ഒന്ന് മാറ്റണം, കെടുക്കുന്ന സ്ഥലം കിടപ്പായി അവരുടെ ഇടയിൽ മക്കളുടെ ഇടയിൽ വിട്ടുപിരിക്കണമെന്നും വേറെ വേറെ കെടുത്തണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനൻ അബീ ദാവൂദ് 495 ഹദീസിൽ പറയുകയാണ്. മാത്രമല്ല പരിശീലനം, നോമ്പിന്റെ പരിശീലനം ഏതു വിധത്തിൽ കുട്ടികളെ വളർത്തണമെന്ന് റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആശുറാ ദിനം, അതായത് റമദാന്റെ നോമ്പ് ഫർളാകുന്നതിന്റെ മുമ്പ് ആശുറാ ദിനം നോമ്പ് ഫർളായ സമയത്ത് ഇതാ സുബീക്ക് അൻസാരികളായ ആ സംഭവം പറയുന്നു. ഫകുന്നാ നസൂമുഹു ബഅദു വനുസവ്വിമു സിബിയാനനാ വനജ്അൽ ലഹുമുൽ ലുഅബത മിനൽ അഹ്നി ഫഇദാ ബകാ അഹദുഹും അല തുആമി ഔതൈനാഹു ദാക ഹത്താ യകൂന ഇൻദൽ ഇഫ്താർ. അതായത് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ആശുറാ ദിവസം നോമനുഷ്ഠിക്കും. അങ്ങനെ കുട്ടികൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ പാനീയം വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് കളിക്കാനുള്ള വസ്തുക്കൾ കൊടുത്ത് നോമ്പ് തുറക്കുന്നതുവരെ അവരെങ്ങനെ പരിശീലിപ്പിക്കും എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ 1960 ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ മാത്രമല്ല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അക്രിമു ഔലാദക്കും വഅഹ്സിനു അദബഹും, നിങ്ങളെ മക്കളെ നിങ്ങൾ ബഹുമാനിക്കുകയും അവർക്ക് അദബ് പഠിപ്പിക്കുകയും അദബ് നന്നാക്കണമെന്നും ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സുനൻ ഇബ്നു മാജയിൽ കാണാം. മാത്രമല്ല ജാബിർ ഇബ്നു സമുർ റളിയല്ലാഹു അൻഹു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലഅൻ യുഅദ്ദിബർ റജുലു വലദഹു ഖൈറുൽ ലഹു മിൻ അൻ യതസദ്ദഖ ബിസ്വാഇൻ. ഒരാളെ മകനിക്ക് അദബ് പഠിപ്പിക്കുന്നത് ഒരു സ്വതക്ക ചെയ്യുന്നതിനേക്കാളും മഹത്വമാണ് എന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു സുനനു തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാ നഹല വാലിദുൻ വലദൻ മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ. അതായത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒരു പിതാവ് മക്കൾക്ക് കൊടുക്കുന്ന വസ്ത്രം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു, അതിനേക്കാളും വലിയ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അദബാണ്. അദബിനേക്കാളും മഹത്വമുള്ളത് വേറെ ഒന്നുമില്ല. നല്ല അദബ് മക്കൾക്ക് കൊടുക്കുക, നല്ല അദബ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതാണ് ഏറ്റവും വലിയത് എന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു അവിടുത്തെ സുനനു തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതോടുകൂടെ ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന, അവിടെയും നല്ല ഹിക്മത്തോടുകൂടെ നല്ല നസീഹത്തോടുകൂടെ കുട്ടികളെ വളർത്തണം എന്നും മാത്രമല്ല നല്ല ശൈലിയിൽ അവരെ അദബ് പഠിപ്പിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിച്ച ഒരുപാട് ഹദീസുകളിൽ നിന്നും അതുപോലെ ഈ ആയത്തുകളിൽ നിന്നൊക്കെ മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ആ വിധത്തിലെല്ലാം വളർത്തിയതാണ് ബഹുമാനപ്പെട്ട ഇമാം അലി ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മകനായ ഇമാം ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ. അപ്പൊ അതുകൊണ്ട് നാം ശരിക്കും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ അസ്സുഹദ് 1517 ഹദീസിൽ രേഖപ്പെടുത്തുകയാണ് ഇബ്നു ഫർഖദ് സിഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം ഒരു പഴയ ജുബ്ബത്തു സൂഫിൽ നിന്നുണ്ടാക്കപ്പെട്ട ജുബ്ബ ധരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുന ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ജുബ്ബ പിടിച്ചുകൊണ്ട് പറഞ്ഞു, 2-3 പ്രാവശ്യം പറയുകയാണ് ഇന്ന തഖ്വ ലൈസ ഫി ഹാദൽ കിസാഇ ഇന്നമത് തഖ്വ മാ വഖറ ഫിൽ ഖൽബി വസദ്ദഖഹുൽ അമലു വൽ ഫിഅലു. അതായത് തഖ്വ വസ്ത്രത്തിലല്ല, തഖ്വ
മനസ്സിൽ റാസിഖാകുന്ന, മനസ്സിൽ പൂണ്ടുപിടിക്കുന്ന വിധത്തിലാണ് തഖ്വ ഉണ്ടാകേണ്ടത്. അത് അമലും ഫിഅൽ അത് വാസ്തവമാക്കുന്നു. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് ലറൂറിയാത്തുദ്ദീൻ, ലറൂറിയാത്തു അഖായിദ് അഹ്ലുസുന്ന, മറ്റു ഫർളായ ഉലൂം അറിയാതെ, ഒന്നും പഠിക്കാതെ പല ജാഹിലീങ്ങളായ ഷെയ്ഖ് വേഷം ധരിച്ചവർ പിന്നാലെ ഓടിപ്പോകുന്ന ഒരു കാലഘട്ടമാണിന്ന്. നഊദു ബില്ലാഹി മആദല്ലാഹി റബ്ബിൽ ആലമീൻ. ലറൂറിയാത്തുദ്ദീനും ലറൂറിയാത്തു അഖായിദ് അഹ്ലുസുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ, ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ പരിപൂർണമായി മനസ്സിലാക്കാത്തവർ ഏതെങ്കിലും ഫിർഖത്ത് ബിദ്അത്തിന്റെ പ്രസ്ഥാനത്തിൽ പെട്ടുപോകും. വഹാബിയത്തിന്റെയും മൗദൂദിയത്തിന്റെയും ദൗബന്ധ്യത്തിന്റെ പോലോത്ത ഫിർഖത്തിൽ പെട്ടുപോകും. അതുപോലെ ത്വരീഖത്തുർ റഹ്മാനി ഉപേക്ഷിച്ച് ത്വരീഖത്തു ശൈത്വാനിയായ ബാത്തിലായ ത്വരീഖത്ത്, കള്ളത്വരീഖത്തിലും പെട്ടുപോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിനെ രക്ഷപ്പെടാൻ വേണ്ടി നാം എപ്പോഴും പരിശ്രമിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണ്. അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമാകാൻ, യഥാർത്ഥ സുന്നിയാകാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ യഥാർത്ഥമായ ഉസൂല് മനസ്സിലാക്കാതെ ലറൂറിയാത്തുദ്ദീനും ലറൂറിയാത്തു അഖായിദ് അഹ്ലുസുന്നയും ഇതൊന്നും മനസ്സിലാക്കാതെ അഹ്ലുസുന്നയുടെ ഫുറൂഉ ശാഖകളായ ഉസൂലിയായ കാര്യം മനസ്സിലാക്കാതെ വെറും ഫുറൂഉ ശാഖകൾ, മഹത്തുക്കൾ പറയുന്നു, അജിബുതു ലിമൻ തലബൽ ഫുസൂല വ തറക്കൽ ഉസൂല. ഉസൂല് ഉപേക്ഷിച്ചിട്ട് ഫുസൂല് മാത്രം അല്ലെങ്കിൽ ഫുറൂഉ മാത്രം എടുക്കുന്നവർ കാര്യത്തിൽ അത്ഭുതകരമാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും മുഖാലിഫീങ്ങളായ എതിരാളികളുടെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ടത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, ലറൂറിയാത്തുദ്ദീനായ ഇസ്ലാമിന്റെ വിശ്വാസം, അതുപോലെ ലറൂറിയാത്തു അഖായിദ് അഹ്ലുസുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, അതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. അതല്ലാത്ത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ശാഖകളായ പല വിഷയത്തിലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികൾ പലതിരിക്കും ശിർക്കും ബിദ്അത്തെല്ലാം പറയുന്നു. അതിൽപ്പെട്ട ഒന്നാണ് മഅമൂലാത്തു അഹ്ലുസുന്ന, അതായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുണ്യ ആചാരങ്ങൾ. അതിൽപ്പെട്ടതാണ് ഉറൂസ് മുബാറക്ക്, ബൈഅത്ത്, ഇജാസത്ത്, ത്വരീഖത്ത്, റാത്തിബത്ത് ചെല്ലുക തുടങ്ങിയ കാര്യങ്ങൾ. അതെല്ലാം അത് മാത്രമാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് മനസ്സിലാക്കി പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഏതെങ്കിലും കള്ളത്വരീഖത്തിലും മറ്റും പെട്ടുപോകുന്നു. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് താമ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഇമാം അലിയുശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ശിഹാബുദ്ദീൻ അഹ്മദ് ഗോശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹിക്ക് എല്ലാ നിലക്കും തർബിയത്ത് കൊടുത്തിട്ടുണ്ട്. ശരീഅത്തിലും ത്വരീഖത്തിലും അതുപോലെ ലറൂറിയാത്തുദ്ദീൻ, ലറൂറിയാത്തു അഖായിദ് അഹ്ലുസുന്ന, മഅമൂലാത്തു അഹ്ലുസുന്ന എല്ലാത്തിലും പ്രചോദനം നൽകിയ മഹാമനുഷ്യയാണ് ബഹുമാനപ്പെട്ട ഇമാം അലിയുശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി. അതിന്റെ അസറാണ് ദാറുൽ ഇഫ്താൽ അസ്ഹറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളായ ലറൂറിയാത്തുദ്ദീനെയും ലറൂറിയാത്തു അഖായിദ് അഹ്ലുസുന്നയെ നിഷേധിച്ച ആളുകളെ എതിരായി 300-ലേറെ ഫത്വകൾ മഹാനായ ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദാറുൽ ഇഫ്താൽ അസ്ഹറിൽ ശേഖരിച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് പലരും ശരീഅത്തിൽ മാത്രം സുന്നിയാകുന്നു. അതേ സ്ഥാനത്ത് ത്വരീഖത്തിൽ ഏതൊക്കെയോ പിയച്ച വിശ്വാസങ്ങളും ഖുറാഫാത്തും സ്വീകരിച്ചുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുത്താൻ നോക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ശരീഅത്തിലും ത്വരീഖത്തിലും ഹഖീഖത്തിലും മഅരിഫത്തിലും എല്ലാത്തിലും സുന്നിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഇസ്മായിൽ ഹഖി റഹ്മത്തുള്ളാഹിയുടെ ശൈഖ് വഫാത്തിന്റെ സമയത്ത് വസിയത്ത് ചെയ്തതുപോലെ എല്ലാത്തിലും നാം സുന്നി ആകേണ്ടതുണ്ട്. ശരീഅത്തിൽ മാത്രം സുന്നി, പ്രത്യക്ഷത്തിൽ മാത്രം ശരീഅത്തിൽ സുന്നി എന്ന് പറഞ്ഞുകൊണ്ട് ത്വരീഖത്തിൽ ഏതൊക്കെയോ പിയച്ച വിശ്വാസങ്ങൾ, അതും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളായ 72 വിഭാഗത്തിന്റെ പിയച്ച വിശ്വാസങ്ങളും അവരെ പോലോത്തവരുടെ പിയച്ച വിശ്വാസങ്ങളും അതും സ്വീകരിച്ചുകൊണ്ട് ഇന്ന് പല വിശ്വാസങ്ങളിലും സ്വീകരിച്ചുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണക്കാരായ പലരും അതെല്ലാം പെട്ടുപോയി. മാത്രമല്ല വിവരമില്ലാത്ത ചില ഇബാദത്തുകളെ നോക്കിക്കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നിസ്സാരപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ഹബ്ബദാ നൗമുൽ അഖിയാസി വ ഇഫ്താരിഹിം കൈഫ യഗ്ബിതൂന സഹറൽ ഹംഖാ വഖിയാമഹും എന്നിട്ട് പറഞ്ഞു വലം ഇസ്ഖാലു ദർറത്തിൻ മിൻ ബിർരി സ്വാഹിബി തഖ്വ വയഖീൻ അഅ്ലമു വഅഫ്ളലു വഅർജഹു മിൻ അംസാലിൽ ജിബാലി മിൻ ഇബാദത്തിൽ മുഖ്തറീൻ. അതായത് ബുദ്ധിയുള്ള ആളുകളുടെ ഉറക്ക്, അതുപോലെ അവരുടെ നോമ്പില്ലാതിരിക്കുക, ഭക്ഷണം കഴിക്കുക, പാനീയം കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഹംക്കുകളായ വിഡ്ഢികൾ രാത്രി ഉറക്കൊഴിച്ച് നോമ്പനുഷ്ഠിക്കുന്നു, ഇബാദത്തെടുക്കുന്നു. അതിനേക്കാളും നിസ്സാരമായി പണ്ഡിതന്മാരുടെ ഉറക്കും അതുപോലെ അവരുടെ ഭക്ഷണം കഴിക്കലും പാനീയം കുടിക്കലും വിചാരിക്കരുത് എന്നും
മാത്രമല്ല വല മിസ്കാലു ദർറത്തിൻ മിൻ ബിർരി സ്വാഹിബി തഖ്വ വ യഖീൻ, ശരിക്കും തഖ്വ ഉള്ളവർ, ബിദ്അത്തിനെ സൂക്ഷിക്കുന്നവർ, അതുപോലെ ശിർക്കിനെ സൂക്ഷിക്കുന്നവർ, കുഫറിനെ സൂക്ഷിക്കുന്നവർ, അതോടുകൂടെ ലാഹിരിയായ ബാത്തിനിയായ തെറ്റുകളൊക്കെ സൂക്ഷിക്കുന്നവർ, അതോടുകൂടി യഖീൻ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ചെയ്യുന്ന ഒരു അണിമണി തൂക്കം നന്മകൾ, അത് അഅ്ളമു വ അഫ്ളലു വ അർജഹു മിൻ അംസാലിൽ ജിബാലി മിൻ ഇബാദത്തിൽ മുഖ്തറീൻ, ഫാസിഖീങ്ങളും ജാഹിലീങ്ങളുടെ ഇബാദത്തിനേക്കാളും പർവ്വത സമാനമായ, അതിനേക്കാളും അവർക്ക് ഫാസിഖീങ്ങളും ജാഹിലീങ്ങളും ചെയ്യുന്ന ഇബാദത്ത് പർവ്വതം പോലെയാണെങ്കിൽ അതിനേക്കാളും വലിയ മഹത്വമുള്ളതും വണ്ണമായതാണ് സ്വാഹിബു തഖ്വ വ യഖീൻ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, പരിപൂർണ വിശ്വാസമുള്ള ആളുകൾ, ലറൂറിയാത്തുദ്ദീൻ അറിയുന്ന, ലറൂറിയാത്തു അഖായിദ് അഹ്ലുസുന്നയിൽ ഉറച്ചു നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ചെയ്യുന്ന നന്മകൾ ഒരു അണിമണി തൂക്കമാണെങ്കിലും ജാഹിലീങ്ങളായ ഫാസിഖീങ്ങളായ കള്ളത്തൊരീക്കത്തുകാരും മറ്റും ചെയ്യുന്ന പർവ്വത സമ്മാനം ഇബാദത്തിനേക്കാളും വണ്ണമായതാണെന്ന് ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ അസ്സുഹദ് 113 പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ആഖിർ സമാന്റെ അവസ്ഥകൾ, ആഖിറു സമാൻ യുസ്ബിഹു മുഅ്മിനൻ വ യുംസി കാഫിറ, രാവിലെ മുഅ്മിനാണെങ്കിൽ വൈകുന്നേരം കാഫിറായി പോകുന്ന കാലഘട്ടം, അതുപോലെ വൈകുന്നേരം മുഅ്മിനാണെങ്കിൽ സുബീക്ക് കാഫിറായി പോകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1450 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ചിന്തിക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിൽ ഉദ്ധരിച്ച ഹദീസ്, യദ്ഹബു സ്വാലിഹൂന അൽ അവ്വലു ഫൽ അവ്വലു ويبقى حفالة كحفالة الشعير أو التمر لا يبالهم الله بالة. അതായത് സ്വാലിഹീങ്ങളൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായി എല്ലാം അവസാനിച്ചു പോകുന്നു. പിന്നെ ആഖിർ സമാന്റെ ചണ്ടിച്ചവറുകളായ നമ്മളെപ്പോലത്തെ ആളുകൾ ഇവിടെ അവശേഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധ റമദാൻ മാസമാണ്. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10, അതുപോലെ മധ്യത്തിലെ 10 മഗ്ഫിറത്തിന്റെ 10 കഴിഞ്ഞു. അവസാനത്തെ 10 നരകത്തെ തൊട്ട് മോചനമുള്ള 10. ഈ മാസം ഇതാ ഒരുപാട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അതുപോലെ ബഹുമാനപ്പെട്ട ബദർ ശുഹദാക്കൾ, അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അവരൊക്കെ അനുസ്മരണം കഴിഞ്ഞു. ഈ റമദാൻ 24 ഇമാദുദ്ദീൻ അലിയു ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ അനുസ്മരിക്കുകയാണ്. അല്ലാഹു ആ മഹാനവറുകളുടെയും അവിടുത്തെ മശായിഖിന്റെയും പറയപ്പെട്ട മഹത്തുക്കളൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല മാഫാക്കി ആഖിബത്ത് നന്നാക്കി ഈമാൻ സലാമത്താക്കി ബിദ്അത്തുകാരെ തൊട്ടും കള്ളത്തൊരീക്കത്തുകാരെ തൊട്ടും എല്ലാം അല്ലാഹു തആല രക്ഷപ്പെടുത്തി നമ്മുടെ ഈമാൻ അല്ലാഹു തആല കാമിലും മുക്കമ്മലുമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളെ സംബന്ധിച്ച്, ഇമാം അലി ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ശാലിയാത്തു റഹ്മത്തുള്ളാഹിൽ പറയാറുള്ളത് സയ്യിദി സനദി വ വസീലത്തി എന്നാണ്. വസീലയാണ് എന്നാണ് പറയാറുള്ളത്. വസീല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഹദീസുകൾ പഠിപ്പിച്ചു. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് ഷരീഫിന്റെ ശേഷം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തവസ്സുലാക്കുകയാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് വബ്തഖു ഇലൈഹിൽ വസീല, അവിടെ മശായിഖു ത്വരീഖത്താണ് വസീല എന്ന് ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹിലെ തഫ്സീർ റൂഹുൽ ബയാനിൽ പറയാൻ. അതുകൊണ്ട് ഇമാം ശാലിയാത്തു റഹ്മത്തുള്ളാഹിലെ തന്റെ പിതാവായ, തന്റെ ഷെയ്ഖായ, തന്റെ മുറബ്ബിയായ, തന്റെ ഉസ്താദായ ഇമാദുദ്ദീൻ അലി ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സംബന്ധിച്ച് പറയുന്നത് വസീലത്തി ബൈനി വ ബൈന റബ്ബി, എന്റെയും എന്റെ റബ്ബിന്റെ ഇടയിൽ മധ്യവർത്തിയായ മാധ്യമമായ ബഹുമാനപ്പെട്ട അലി ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി എന്നാണ് പറയുന്നത്. മാത്രമല്ല മഹാനായ അലി ശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകൾ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്ന ഒരുപാട് പരമ്പരയുള്ള മഹത്തുക്കളിൽ നിന്ന് ഒരുപാട് വിഷയങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നാം ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു യഖ്തദു ബില്ലദൈനി മിൻ ബഅദി അബീ ബക്കർ വ ഉമർ എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പിൻപറ്റാൻ വേണ്ടി ഹദീസുകൾ കാണാം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട മഹാന്മാരോടും ഉമർ റളിയല്ലാഹുവിന്റെ സന്താനപ്പെട്ട മഹാന്മാരോടും അലി ശാലിയാത്ത് റഹ്മത്തുള്ളാഹിക്ക് വലിയൊരു ബന്ധമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പരമ്പരയിൽപ്പെട്ട ഒരുപാട് മഹാന്മാരായ മഖ്ദൂമീങ്ങൾ,
അവരുടെ കാലത്തുള്ള കോഴിക്കോട് ഖാദിമാർ, അവരിൽ നിന്നെല്ലാം സനദെത്തുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാദുദ്ദീൻ അലിയു ഷാലിയാത്തിയും അതുപോലെ ഇമാം അഹമ്മദ് കോയ ഷാലിയാത്തു റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാർ. മാത്രമല്ല പൊന്നാനി മഖ്ദൂമുൽ കബീർ അവരുടെ ഉസ്താദായ റമദാൻ ഷാലിയാത്തി, അതുപോലെ ഫഖറുദ്ദീൻ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിം, അവരൊക്കെ കുടുംബത്തിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി. ഷാലിം ഷെരീഫാണ് റമദാൻ ഷാലിയാത്തി, ഫഖറുദ്ദീൻ ഷാലിയാത്തി പോലത്തെ മഹത്തുക്കളുടെ നാട്. ഷാലിം ഷെരീഫ് എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത്, താബിഈങ്ങൾ അവിടെ നേതൃത്വത്തിൽ മലബാറിൽ ഒരുപാട് പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. മാലിക് ബിൻ ദിനാർ, അതുപോലെ സഹോദരപുത്രനായ മാലിക് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹിം റളിയല്ലാഹു അൻഹും, അവരൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. മാത്രമല്ല ആ പള്ളികളെ കൂട്ടത്തിൽ ഒരു പള്ളി ഷാലിം ഷെരീഫിലുമുണ്ട്. 5 മാസം ഷാലിം ഷെരീഫിൽ താമസിച്ചു മാലിക് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നും അവിടെ ഒരു പള്ളി നിർമ്മിച്ച സംഭവം ബഹുമാനപ്പെട്ട മഹത്തുക്കൾ താരീഖ് ളുഹൂറുൽ ഇസ്ലാം, തുഹ്ഫത്തുൽ മുജാഹിദീൻ, തുഹ്ഫത്തുൽ അഖിയാർ മിൻ അയാനി മലൈബാർ, അതുപോലെ റഹിലത്തുൽ മുലൂക്ക് പോലത്തെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ സന്താനങ്ങളിൽപ്പെട്ട ഒരുപാട് മഹാന്മാർ, മഖ്ദൂമീങ്ങളായ പൊന്നാനി മഖ്ദൂമീങ്ങൾ. നമ്മുടെ മലബാറിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയെ കുറിച്ച് പറയാറുള്ളത് മഖ്ദൂമീങ്ങൾ എന്നാണ്. എന്നാൽ മലബാർ അല്ലാത്ത സ്ഥലങ്ങളിൽ സിദ്ദീഖി ഷെയ്ഖ് അല്ലെങ്കിൽ ഷെയ്ഖ് സിദ്ദീഖ് എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയെ കുറിച്ച് പറയാറുള്ളത്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി, മഹാനവറുകൾക്ക് മലബാറിലെ മഖ്ദൂമീങ്ങളായ മഹത്തുക്കളോട് റമദാൻ ഷാലിയാത്തി ആ സിൽസില, അതുപോലെ അവരെ പരമ്പരയുള്ള ഉസ്താദുമാരെ പരമ്പരയിൽ നിന്ന് മഖ്ദൂമീങ്ങളായ മഹത്തുക്കളിലേക്ക് എത്തും. എന്നാൽ അതോടുകൂടെ മലബാറല്ലാത്ത ഷെയ്ഖ് സിദ്ദീഖിയിൽ നിന്നും മഹാനായ ഇമാം അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹിക്ക് വലിയൊരു ബന്ധമുണ്ടായിരുന്നു. ഹിജ്റ 800 വഫാത്തായ ബഹുമാനപ്പെട്ട അഷെയ്ഖ് ഷിഹാബുദ്ദീൻ സാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ത്യയിലേക്ക് വന്ന് അവരുടെ സന്താനപരൽപ്പെട്ട മഹാനാണ് മിസ്ബാഹുൽ ആഷിഖീൻ അഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരെല്ലാം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താനപരൽപ്പെട്ട മഹാന്മാരാണ്. അവരുടെ സന്താന പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഫദുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട സിദ്ദീഖി ഷെയ്ഖിയായ ബഹുമാനപ്പെട്ട ഫദുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളുടെ ചരിത്രം മൽഫൂദ് ഫദുർ റഹ്മാനി, തദ്കിറത്തുൽ അൻസാബ് 62, 63, അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ മഹാനവറുകളുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഷാ ഫദുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ വയസ്സായ സമയത്ത് 80-90 വയസ്സുള്ള സമയത്ത് ബഹുമാനപ്പെട്ടവർ ശിഷ്യനായ അല്ലാമ വസീ അഹമ്മദ് സൂറത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ കൂടെ ഇമാം അഹമ്മദ് റസാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി ഗഞ്ച് മുറാദിലേക്ക് പോയപ്പോൾ ബഹുമാനപ്പെട്ട ഷാ ഫദുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി നാടിന്റെ പുറത്ത് വന്നിട്ട് ഇമാം അഹമ്മദ് റസാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് മഹാനവറുകൾക്ക് 19-20 വയസ്സാണ്. 80-90 വയസ്സുള്ള ഷാ ഫദുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി 19-20 വയസ്സുള്ള ഇമാം അഹമ്മദ് റസാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹിനെ സ്വീകരിച്ചുകൊണ്ട് തന്റെ ഖാൻഖയിലേക്ക് കൊണ്ടുപോയ സംഭവം തദ്കിറത്തു ഉലമായി അഹ്ലി സുന്ന തുടങ്ങിയ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഷാ ഫദുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി ബഹുമാനപ്പെട്ടവർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താനത്തിൽപ്പെട്ട മഹാനാണ്. ആ മഹാനവരുകളുടെ മകനും ഖലീഫയായ അഷെയ്ഖ് അഹ്മദ് മിയ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരുകളുടെ ഖലീഫയും മുരീദാണ് ബഹുമാനപ്പെട്ട ഇമാദുദ്ദീൻ അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി. ചില മലയാള ഗ്രന്ഥങ്ങളിൽ ഷാ ഫദുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദിയുടെ മുരീദും ഖലീഫ എന്ന് സുഹൃത്തുക്കൾ എഴുതിയിട്ടുണ്ട്. അത് ഒന്നിരിക്കൽ സബഖുൽ ഖലം അല്ലെങ്കിൽ പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. ബഹുമാനപ്പെട്ട ഷാ ഫദുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹിയുടെ മകനായ അഷെയ്ഖ് അഹമ്മദ് മിയ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളാണ് ഇമാദുദ്ദീൻ അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഷെയ്ഖ്. അഷെയ്ഖ് അഹമ്മദ് മിയ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉപ്പയും ഷെയ്ഖായ ബഹുമാനപ്പെട്ട ഷാ ഫദുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി ആലാ ഹസ്രത്ത് റഹ്മത്തുള്ളാഹിയോട് സംസാരിച്ച ശേഷം മഹാനവറുകളുടെ തൊപ്പി ബഹുമാനപ്പെട്ട അഹമ്മദ് റസാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹിക്ക് കൊടുത്ത സംഭവം വളരെ പ്രസിദ്ധമാണ്. അതുപോലൊരു തൊപ്പി ഇമാദുദ്ദീൻ അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തൊപ്പിയായി ദാറുൽ ഇഫ്താൽ അസ്ഹറിയിൽ നമുക്ക് കാണാൻ കഴിയും.
ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം അലിയുഷാലിയാത്ത് റഹ്മത്തുള്ളാഹിലേക്ക് ഷാ ഫളുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളിൽ നിന്ന് അവിടുത്തെ മകനും ഖലീഫയായ അഷേഖ് അഹമ്മദ് മിയ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളിൽ നിന്ന് ഇജാസത്തും ഖിലാഫത്തും എല്ലാം ഖാദിരിയ തുരീഖത്തിന്റെ സിൽസിലയും മറ്റും നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ബഹുമാനപ്പെട്ട സബത്തുൽ അസ്ഹറിലും അതുപോലെ ഒരുപാട് വറക്കാത്തുൽ അസ്ഹരിയിൽ അതുപോലെ ഷജറത്തുൽ അസ്ഹരിയ ഖാദിരിയ തുടങ്ങിയതിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാദുദ്ദീൻ അലിയുഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി ഉമർ റളിയല്ലാഹുവിന്റെ സന്താനപരയിൽപ്പെട്ട മഹാൻ അഷേഖ് അബ്ദുൽ അസീസ് ദഹ്ലവി, ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി എന്ന് പറഞ്ഞാൽ അവിടെ ശിഷ്യൻ തന്നെയാണ് ഷാ ഫളുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി. ഷാ ഫളുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി ഷാ അബ്ദുൽ അസീസ് ദഹ്ലവിയിൽ നിന്ന് ബുഖാരി ഷരീഫ് മറ്റും ഓതിയിട്ടുണ്ട്. മാത്രമല്ല തുഹ്ഫത്തുൽ ഇസ്ന അശരിയയുടെ മുസന്നിഫാണ് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. 1159 മുതൽ 1239 വരെ പ്രത്യക്ഷമായ ജീവിതം ജീവിച്ച് ഷവ്വാൽ 7 വഫാത്ത മഹാനാണ് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. തുഹ്ഫ ഇസ്ന അശരിയ എന്ന് പറയുന്ന ഷിയാക്കൾക്ക് ശക്തമായിട്ട് എതിർത്ത് രേഖമൂലം തെളിവോടുകൂടെ എതിർത്തുകൊണ്ട് ഗ്രന്ഥമെഴുതിയ മഹാനാണ് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. പൊന്നാനി മഖ്ദൂമിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ അഞ്ചാമൻ മഖ്ദൂമായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജമാലുദ്ദീൻ ഖാദി, ഷെയ്ഖ് ഉസ്മാൻ ഇബ്നു ജമാലുദ്ദീൻ അൽ മഅബരി, അവരുടെ ബന്ധമുള്ള ഷെയ്ഖ് ജമാലുദ്ദീൻ ഖാദി, അവരുടെ കുടുംബത്തിലുള്ള അബ്ദുള്ള മുസ്ലിയാർ മമ്പ്രം തങ്ങളോടൊക്കെ ബന്ധമുണ്ടായിരുന്ന മഹാനവറുകളുടെ കയ്യെഴുത്ത് പതിപ്പ് തുഹ്ഫ ഇസ്ന അശരിയ അൽഫ്യ പോലോത്തത് കൈപ്പടയിൽ എഴുതിയ അവിടെ പുത്തനങ്ങാടി ജുമാ മസ്ജിദിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവിടെ ചില ചരിത്രത്തിൽ എഴുതുമ്പോൾ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി തങ്ങളുടെ ഉപ്പയായ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ കിതാബാണ് തുഹ്ഫ ഇസ്ന അശരിയ എന്ന് ചിലർ എഴുതിയിട്ടുള്ളത് സബുക്കുൽ ഖലമോ പ്രിന്റിംഗ് മിസ്റ്റേക്കാണ്. അബ്ദുൽ അസീസ് ദഹ്ലവി തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണ് തുഹ്ഫ ഇസ്ന അശരിയ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ ഒരുപാട് ശിഷ്യന്മാരോട് ബന്ധമാണ് അലിയുഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈക്കും അതുപോലെ അഹമ്മദ് ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി. ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി തങ്ങളുടെ മറ്റൊരു ശിഷ്യനാണ് ആലു റസൂൽ അഹമ്മദി അൽ ഖാദിരി അൽ ബർക്കാത്തി അൽ മാറഹറവി റഹ്മത്തുള്ളാഹി അലൈഹി. അവിടെ ശിഷ്യനാണ് ഇമാം മുഹമ്മദ് റസാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി തങ്ങളുടെ മറ്റൊരു ശിഷ്യനാണ് അല്ലാമ ഫദ്ൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി. ലറുറിയാത്തുദ്ദീൻ ലറുറിയാത്തു അഖായിദി അഹ്ലി സുന്ന ഒരുപാട് നിഷേധിച്ച ദേവബന്ദി വഹാബികൾ അതുപോലെ ഉള്ള ഫിത്നയുടെ അടിത്തറ പുസ്തകമായ തഖ്വിയത്തുൽ ഈമാൻ, ആ തഖ്വിയത്തുൽ ഈമാൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി തങ്ങളുടെ സഹോദരനായ ഷാ അബ്ദുൽ ഗനി ദഹ്ലവിയുടെ മകനാണ് മൗലവി ഇസ്മായിൽ ദഹ്ലവി. എന്നാൽ ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി തങ്ങളുടെ ശിഷ്യനായ അല്ലാമ ഫദ്ൽ ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ ഒരുപാട് പണ്ഡിതന്മാർ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് തഹ്ഖീഖുൽ ഫത്വ പോലത്തെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി അതെല്ലാം ശേഖരിച്ചുകൊണ്ട് അവിടുത്തെ റദ്ദുൽ അസ്ഹർ അലാ തഖ്വിയത്തുൽ ഈമാൻ, അതുപോലെ അവിടെ തഖ്വിയത്തുൽ ഈമാന്റെ 200-ലേറെ 30ഓളം വരുന്ന ഗ്രന്ഥങ്ങളുടെ സംക്ഷിപ്തമായിട്ട് തഖ്വിയത്തുൽ ഈമാനിന് ശരിയായ ഒരു മറുപടി ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി എഴുതിയിട്ടുണ്ട്. ഇതിനെല്ലാം പ്രേരിപ്പിച്ചത് പ്രോത്സാഹിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഇമാം അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹിയുടെ ആ തർബിയത്താണ്. ഇഹ്ഖാഖുൽ ഹഖ് വ ഇബ്താലിൽ ബാത്തിൽ, അതുപോലെ തഹ്ലിയത്തും തഹ്ലിയത്തെല്ലാം ഒഴിവാക്കി തഹ്ലിയത്തിലൂടെ മനസ്സിനെ ഡെക്കറേഷൻ ചെയ്യാനുള്ള ആ ആത്മീയമായ നിർദ്ദേശം അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളിൽ നിന്നാണ് ഇമാം അലി ശിഹാബുദ്ദീൻ അഹമ്മദ് ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾക്ക് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല ഈ അഷേഖ് അഹമ്മദ് മിയ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹിയുടെ പിതാവായ അലിയു ഷാലിയാത്തു റഹ്മത്തുള്ളാഹിയുടെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി വെല്ലൂരിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പട്നയിൽ വെച്ചിട്ട് 1900-ൽ വലിയ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ കോൺഫറൻസ് നടന്നു. അതിൽ ഇമാം മുഹമ്മദ് റസാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹിയുടെ കൂടെ 300 ചില്ലാരം പണ്ഡിതന്മാർ, അവിടെ എല്ലാ പേരുകളും ദാറുൽ ഇഫ്താൽ അസ്ഹറിയിൽ കാണാം. അതിൽ ബഹുമാനപ്പെട്ട ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ഒരുപാട് വെല്ലൂർ മശായിഖിന്റെ കൂടെ ഈ ഗഞ്ച് മുറാദാബാദിലെ അഷേഖ് അഹമ്മദ് മിയ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളും ഉണ്ടായിരുന്നു. അഷേഖ് അഹമ്മദ് മിയ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യക്ഷമായ ഹയാത്ത് കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇമാമുദ്ദീൻ ഗുൽഷനാബാദി റഹ്മത്തുള്ളാഹി അലൈഹി തദ്കിറത്തുൽ അൻസാബ് 62-63 പേജിൽ ഷാ ഫളുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം എഴുതി രേഖപ്പെടുത്തുകയാണ്.
ഏതായാലും ആ പട്നയിൽ നടന്ന സമ്മേളനത്തിൽ ഇമാം ഷാലിയാത്ത് റഹിമഹുള്ളയുടെയും അതുപോലെ ഇമാം അലിയു ഷാലിയാത്ത് റഹിമുള്ളാന്റെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് മിയാ ഗഞ്ച് മുറാദാബാദി. അപ്പോൾ ഇമാം ഷാലിയാത്ത് റഹിമുള്ളാന്റെ ഷെയ്ഖിന്റെ ഷെയ്ഖാണ്. പിന്നീട് ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അഹമ്മദ് മിയാ ഗഞ്ച് മുറാദാബാദിൽ നേരിട്ടും ഒരുപാട് ഇജാസത്തും മറ്റും സ്വീകരിച്ചിട്ടുണ്ടെന്ന് സബത്തുൽ അസ്ഹറിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും 1334 റമദാനിൽ മുബാറക് 24-നാണ് ബഹുമാനപ്പെട്ട ഇമാം അലിയു ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അതായത് 1916 ഇസ്വി ജൂലൈ 24-നാണ് വഫാത്തായത്. ജൂലൈയും 24-ആണ്, റമദാനും 24-ആണ് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ പിതാവ് അലിയു ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി വഫാത്തായത്. ബഹുമാനപ്പെട്ട ഇമാം അലിയു ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ മർസിയത്ത് അനുശോചന കാവ്യം ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹിമുള്ളതിന് ഖസീദത്തുൻ ലാമിയ ഫി മർസിയത്തിൽ വാലിദിൽ മാജിദ് എന്ന് പറഞ്ഞ മഹത്തായ മർസിയത്ത് എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അലി ഷാലിയാത്ത് റഹ്മത്തുള്ള വഫാത്ത് സൂചിപ്പിക്കുന്ന ഹിസാബുൽ ജുമൽ കണക്കനുസരിച്ച് ബഹുമാനപ്പെട്ട ഉത്തരേന്ത്യൻ മഹാന്മാരായ മറ്റു പണ്ഡിതന്മാരൊക്കെ പിൻപറ്റിക്കൊണ്ട് ഹിസാബുൽ ജുമൽ അബ്ജദ് കണക്ക് പ്രകാരം വഫാത്തിന്റെ താരീഖ് മഹാനായ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി എഴുതിച്ചിട്ടുണ്ട്. സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അതിന്റെ അബ്ജദ് കണക്ക് നോക്കിയാൽ 1334. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാരൊക്കെ പറഞ്ഞ മൗത്തുൽ ആലിമി മൗത്തുൽ ആലം അതിന്റെ സൂചനയായി 1334 ഹിജ്റ കണക്കനുസരിച്ചുള്ള മൗത്തുൽ ആലിമി ബില്ലാഹി മൗത്തുൽ ആലം അള്ളാഹുവിനെ കൊണ്ട് അറിയുന്ന ആളുടെ മരണം ലോകത്തിന്റെ മരണമാണ്. കാരണം ഒരു പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണ് എന്ന് വളരെ പ്രസിദ്ധമായി ബഹുമാനപ്പെട്ട ഹാഫിദ് സഖാബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ മഖാസിദുൽ ഹസനയിൽ വിശദമായി പറഞ്ഞത് കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മുമ്പ് തന്നെ സൂചന നൽകിയിട്ടുണ്ട്. വഫാത്തിനെ സംബന്ധിച്ച് ഉണർച്ചയിലും സ്വപ്നത്തിലും ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അവിടുത്തെ മർസിയത്തിൽ എഴുതിയത് കാണാം. അലിയു ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി പഠിപ്പിച്ചത്. അതോടുകൂടെ ജനാസയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഹാബിലിൽ ഫതാവയുടെ തൻവീറുൽ ഹലക് ഫി ഇംകാനി റുഅയത്തിൻ നബി വൽ മലക്കിൽ രേഖപ്പെടുത്തി ഇന്ന സായിറൽ അംബിയാഇ അലൈഹിമുസ്സലാം അദിന ലഹും ഫിൽ ഖുറൂജി من قبورهم للتصرف في الملكوت العلوي والسفلي അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതുപോലെ മറ്റു അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിനിക്ക് ആകാശത്തിലും ഭൂമിയിലും അള്ളാഹുവിന്റെ സൽത്തനത്തിൽ തസറുഫ് ചെയ്യാനുള്ള കൈകാര്യം നടത്താനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയിട്ട് അവർ മഖ്ബറത്തു ഷരീഫയിൽ നിന്ന് അവർ മസാറാത്തിൽ നിന്ന് പുറപ്പെടാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് സമ്മതം കൊടുത്തിട്ടുണ്ട്, കഴിവ് നൽകിയിട്ടുണ്ട് എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി തൻവീറുൽ ഹിലക്കിൽ രേഖപ്പെടുത്തുകയാണ്. അൽ ഹാബിലിൽ ഫത്താവ 2-ാം വാല്യം 263-ാമത്തെ പേജിൽ. മാത്രമല്ല ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഫത്താവുൽ കുബ്ര കിതാബുസ് സ്വലാത്ത് ബാബുൽ ജനായിസിൽ 2-ാം വാല്യം 9-ാമത്തെ പേജിൽ പറയുന്നു റൂഹു നബിയിന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുബ്ബമാ തൽഹറു ഫീ 70 അൽഫ സൂറ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് മുബാറക്ക് അവിടുത്തെ റൂഹുൽ അഖദസ് 70,000 രൂപത്തിൽ വെളിവാകാറുണ്ട് വെളിവാകുമെന്ന് ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അൽ ഫതാവുൽ കുബ്രയിൽ പറയുകയാണ്. മാത്രമല്ല ഇമാം യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി ഷവാഹിദുൽ ഹഖ് 150-ൽ പറഞ്ഞു ഫലാ യഖ്ഫ അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഉമൂരി ഉമ്മത്തിഹി ഷൈഉൻ മിനൽ ഖരീബി മിൻഹും അൽ ബഈദ്. അതായത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അടുത്തുള്ളവരാണെങ്കിലും വിദൂരത്തുള്ളവരാണെങ്കിലും ആര് ഏത് സമയത്ത് മരണപ്പെടും എന്നത് അതെല്ലാം അള്ളാഹുവിന്റെ ഹബീബിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഇമാം യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി ഷവാഹിദുൽ ഹഖിൽ പറഞ്ഞതുപോലെ അലിയു ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി ജനാസ മുബാറക്കിന് ബഹുമാനപ്പെട്ട ഇമാം മുല്ലംബിയാ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധിക്കുകയാണ്. തഫ്സീർ റൂഹുൽ ബയാനിൽ സൂറത്തുൽ മുൽക്കിന്റെ അവസാനത്തിൽ പറഞ്ഞത് കാണാം. ഖാലൽ ഇമാമുൽ ഗസ്സാലി ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു والرسول عليه السلام له الخيار في طواف العالم مع أرواح الصحابة لقد رآه كثير من الأولياء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
ദുനിയാവിൽ സഞ്ചരിക്കാൻ സ്വഹാബത്തിന്റെ കൂടെ റൂഹോടുകൂടെ അല്ലാഹു തആല പവർ കൊടുത്തിട്ടുണ്ട്. എത്രയോ ഔലിയാക്കൾ കണ്ടിട്ടുണ്ട് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് തഫ്സീർ റൂഹുൽ ബയാൻ 10-ാം വാല്യം 114-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയുശാലിയാത്തു റഹ്മത്തുള്ളാഹിയുടെ ജനാസ മുബാറക്കിൽ സംബന്ധിക്കുമെന്ന് അലിയുശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതും മഹത്തുക്കളൊക്കെ കണ്ടതും രേഖപ്പെടുത്തിയതും നാം ചിന്തിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ഹാബീലിൽ ഫതാവ കിതാബുൽ ബഅസിൽ ഇംബാഉൽ അദ്കിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഈ പുണ്യ ഇബാറത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്തിബാഉൽ അദ്കിയ ഫി ഹയാത്തിൽ ഔലിയ, ഇന്തിബാഉൽ അദ്കിയ ഫി ഹയാത്തിൽ അംബിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തുടക്കത്തിൽ 7-ാമത്തെ പേജിൽ പറയുന്നു, അന്നദറു ഫി അഅമാലി ഉമ്മത്തിഹി വൽ ഇസ്തിഗ്ഫാറു ലഹും മിനസ് സയ്യിആതി വദ്ദുആഉ ബികശ്ഫിൽ ബലായി അൻഹും വത്തറദ്ദുദു മിൻ അഖ്താരിൽ അർളി വൽ ബറകത്തു ഫീഹാ وحضور جنازة من صالح أمته فإن هذه الأمور من أشغاله صلى الله عليه وسلم كما وردت بذلك الحديث والآثار. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഷരീഫ് ഹയാത്തി ഖൈറുൽ ലക്കും ഉമ്മാത്തി ഖൈറുൽ ലക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യക്ഷമായ ഹയാത്ത് കാലം അത് നമുക്ക് ഖൈറാണ്, നിങ്ങൾക്ക് ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ അവിടുത്തെ വഫാത്ത് ഷരീഫിന്റെ ശേഷമുള്ള ഹയാത്ത് അതും നിങ്ങൾക്ക് ഖൈറാണ്. വഫാത്ത് ഷരീഫിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഷ്ഗാല് അവിടുത്തെ ജോലി എന്താണ്? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, സ്വാലിഹീങ്ങളായ ഉമ്മത്തിലെ സ്വാലിഹീങ്ങൾ മരണപ്പെടുമ്പോൾ അവിടുത്തെ അവരുടെ ജനാസയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്തിബാഉൽ അദ്കിയയിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം പലപ്പോഴും ഉണ്ടായത് ഒരുപാട് മഹത്തുക്കൾ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ശർഹു സുദൂറിൽ പറയാണ്, ഇനിതഖദന്നാസു അന്ന റൂഹഹു വ മിസാലഹു ഫീ വഖ്തി ഖിറാഅത്തിൽ മൗലിദി വ ഖത്മി റമളാൻ വ ഖിറാഅത്തിൽ ഖസായിദി യഹ്ദുറു ജാസാ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ചിലപ്പോൾ ഉണ്ടാകാം മൗലൂദ് ഷരീഫിന്റെ മജ്ലിസുകളിലും ഖത്മ റമളാന്റെ മജ്ലിസിലും അതുപോലെ ഖസീദകളൊക്കെ ഓതുന്ന മജ്ലിസിൽ ഉണ്ടാകുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസമൊന്നും തെറ്റുള്ള വിശ്വാസമല്ല, അതിൽ കുഴപ്പമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹു സുദൂർ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖത്മുൽ ബുഖാരിയുടെ മജ്ലിസിൽ ഇബ്ൻ അലാൻ സിദ്ദീഖി തങ്ങളുടെ ഖത്മുൽ ബുഖാരിയുടെ മജ്ലിസിൽ സംബന്ധിച്ച ചരിത്രം ദലീലുൽ ഫാലിഹീന്റെ തുടക്കത്തിൽ അതിന്റെ മുഖദ്ദിമയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അവിടുത്തെ വഫാത്ത് ഷരീഫിന്റെ ശേഷമുള്ള ആ ഹയാത്തിൽ സ്വാലിഹീങ്ങളുടെ ഒരുപാട് സദസ്സിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംബന്ധിക്കാൻ അള്ളാഹു തആല പവർ കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട അലിയുശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനാസയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമുണ്ടായി എന്ന് ഈ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅലമു അന്ന ഫീകും റസൂലുള്ളാഹ്, വഅലമു അന്ന ഫീകും റസൂലുള്ളാഹി എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് കാണാം. മാത്രമല്ല ഇമാം ഷാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിതാവിനെ സംബന്ധിച്ച് പറയുന്നു, കമാ അൻ ഗസാലിയൻ അതാഹു മആകിലു അറാഹു ഗസീല ഫാത്തിഹൽ ഐനി ഗാമിള എന്ന് ബഹുമാനപ്പെട്ട ഇമാം അലിയുശാലിയാത്തു റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് പറഞ്ഞു കാണാം. വസാലിമാം റഹ്മത്തുള്ളാഹി അലൈഹി ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സമയത്ത് വസാലിമാം റഹ്മത്തുള്ളാഹി അലൈഹി വന്നിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് നമുക്ക് അതിന്റെ മർസ്യത്തിലും മറ്റും പറഞ്ഞത് കാണാം. ഔസുൽ ആദം റളിയല്ലാഹു അൻഹു ഭക്ഷണം ഖിളർ നബി അലൈഹി സ്വലാം എന്ന ഭക്ഷണം കൊടുത്തത് ബഹജത്തുൽ അസ്റാറും മറ്റും പറഞ്ഞത് കാണാം. അലിയുശാലിയാത്തു റഹ്മത്തുള്ളാഹി വഫാത്ത് ഷരീഫിന്റെ തൊട്ട് മുമ്പ് വസാലിമാം റഹ്മത്തുള്ളാഹി അലൈഹി ആത്മീയമായ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. 5-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്നും ഇത്തിഹാഫിലും അതുപോലെ തബീൻ കദീബിലും മുഫ്തരി തുടങ്ങിയതിലൊക്കെ കാണാം വസാലിമാം റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനവരുകളെ സംബന്ധിച്ച് ഹുജ്ജത്തുൽ ഇസ്ലാം, കാശിഫുൽ ഗുമ്മ, ഹക്കീമുൽ ഉമ്മത്ത് എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അൽ-ലത്വായ നബവിയ ഫിൽ ഫതാബ റളിയ 4-ാം വാല്യം 528-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല ഇത്തിഹാഫിലും തന്റെ സ്വാലിഹീങ്ങളായ ഒരുപാട് സ്വാലിഹീങ്ങളായ
തങ്ങളെ തൊട്ട് ബഹുമാനപ്പെട്ട മുർത്തള സബീദ് ഹനഫി റഹ്മത്തുള്ളാഹി ഇത്തിഹാഫിൽ പറയുന്നു 3 ഖുതുബുകളെ സംബന്ധിച്ച്. ഖുതുബുൽ ഉലൂം ഇമാം ഗസാലി തങ്ങൾ, ഖുതുബുൽ അഹ്വാൽ അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ, ഖുതുബുൽ മഖാമാത്ത് ഗൗസുൽ ആലം അൽ ജീലാനി റളിയല്ലാഹു അൻഹും. ഇത്തിഹാഫ് അതിന്റെ മുഖദ്ദിമ 1-ാം വാല്യം 13-ാമത്തെ പേജിൽ കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട വലിയ മുഹദ്ദിസും സൂഫിയായ അഷൈഖ് അബുൽ അബ്ബാസ് അൽ അഖ്ലിശി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അബാ ഹാമിദിൻ അൻതൽ മുഖസ്സിസു ബിൽ ഹംദി വ അൻതല്ലദീ അല്ലംതനാ സുനനർ റുശ്ദി വലഅതലനൽ ഇഹ്യാ യുഹ്യീ നുഫൂസനാ വയുൻഖിദുനാ മിൻ ത്വാഅത്തിൽ മാരിദിൽ മുർദി. അഷൈഖ് അബുൽ അബ്ബാസ് അൽ അഖ്ലശി റഹ്മത്തുള്ളാഹി അലൈഹി ഗസാലി ഇമാം റഹ്മത്തുള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞത്, സന്മാർഗം പഠിപ്പിച്ചു എന്നും ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നത് നമ്മുടെ നഫ്സുകളെ അതുപോലെ ശൈത്വാന്റെ ത്വാഅത്തിന് രക്ഷപ്പെടുത്താൻ ഇഹ്യാ ഉലൂമുദ്ദീൻ ഞങ്ങൾക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന ആ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചും ഇഹ്യനെ സംബന്ധിച്ചും പറഞ്ഞത് മിർആത്തുൽ ജിനാൻ വ ഇബ്രത്തുൽ ഇഖ്ലാൻ 3-ാം വാല്യം 249-ാമത്തെ പേജിൽ കാണാം. മാത്രമല്ല ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഷഅന്, ഇഹ്യാ ഉലൂമുദ്ദീന്റെ സംബന്ധിച്ച് അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ഹാഫിദ് അബുൽ ഫദ്ൽ അബ്ദുർ റഹീം അൽ ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 608 വഫാത്തായ മഹാനവറുകൾ അവിടത്തെ തഅരീഫുൽ ഇഹ്യാ ബി ഫളാഇലിൽ ഇഹ്യാ എന്ന് തഅരീഫുൽ അഹ്യാ ബി ഫളാഇലിൽ ഇഹ്യാ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഗസാലി ഇമാം റഹ്മത്തുള്ളാഹിയുടെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഹാമിഷിലുള്ള 5-ാം വാല്യം 358-ാമത്തെ പേജിൽ പറയുന്നു, ഹലാല് ഹറാം മനസ്സിലാക്കാൻ വേണ്ടി ഇഹ്യാ ഉലൂമുദ്ദീൻ ഇസ്ലാമിന്റെ വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ നിന്ന്, അഅ്ലാ കിതാബുകളിൽ നിന്ന് ഒരു കിതാബാണ്, അതിൽപ്പെട്ട ഒരു കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് ഹാഫിദ് അബ്ദുർ റഹീം ഇറാഖി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അതുപോലെ നാം ചിന്തിക്കേണ്ടതുണ്ട്, ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലിയുശാലിയാത്ത് റഹ്മത്തുള്ളാഹിക്ക് വഫാത്തിന്റെ അടുത്ത സമയത്ത് ഭക്ഷണം കൊടുക്കുകയാണ്. അൽ കുതുബ് ഗിദാഉൽ അഖ്ലി വറൂഹി, കിതാബുകൾ മഹത്തുക്കളുടെ ഗ്രന്ഥങ്ങൾ അത് അഖ്ലിന്റെയും റൂഹിന്റെയും ഭക്ഷണമാണ്. മാത്രമല്ല ഇഹ്യാ ഉലൂമുദ്ദീൻ ഖുർആൻ ഷരീഫിനോട് വളരെ അടുത്തതാണെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് തഅരീഫുൽ അഹ്യാ 5-ാം വാല്യം 359-ാമത്തെ പേജിൽ കാണാം. അതുപോലെ അബ്ദുല്ലാഹിൽ അദ്റോസി റളിയല്ലാഹു അൻഹുയുടെ സഹോദരൻ സയ്യിദ് ഷെയ്ഖ് അലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിനെ 25 പ്രാവശ്യം ഫുള്ള് ഇസ്തിആബായിട്ട് മുതാല ചെയ്തിട്ടുണ്ട്. മുഴുവനും 25 പ്രാവശ്യം ഓതിയവരാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ അദ്റോസി എന്നവരുടെ സഹോദരൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഷെയ്ഖ് അലി റഹ്മത്തുള്ളാഹി അലൈഹി. 25 പ്രാവശ്യം പരിപൂർണമായി ഇഹ്യാ ഉലൂമുദ്ദീൻ ഓതിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഇഹ്യാ ഉലൂമുദ്ദീൻ അവസാനിക്കുമ്പോൾ പാവങ്ങളെ വിളിച്ചുകൊണ്ട്, മുതഅല്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് ഭക്ഷണ സദ്യ ഉണ്ടാക്കുമായിരുന്നു എന്ന് തഅരീഫുൽ അഹ്യാ 360-ാമത്തെ പേജിൽ കാണാം. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്ത് ഷരീഫിന്റെ തൊട്ട് മുമ്പ് അലിയുശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ആ ഭക്ഷണം അത് ആത്മീയമായ ഭക്ഷണം, ആത്മീയമായ ബന്ധം സ്ഥാപിച്ച അലിയുശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഇതാ മഹാനവറുകൾക്ക് ആത്മീയമായ ഭക്ഷണം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുകയാണ് എന്ന് മർസിയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ ബഹുമാനപ്പെട്ട ഇമാം അലിയുശാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ഉറൂസ് മുബാറക്കിന്റെ സമയമാണ്. ഉറൂസിന്റെ സമയമായതുകൊണ്ട് ഉറൂസിന്റെ ഒരുപാട് തെളിവുകൾ, ധാരാളം മഹത്തുക്കൾ സൂറത്തുൽ റഅദിലെ വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് അതിന്റെ തഫ്സീറിലും മറ്റും ധാരാളം പറഞ്ഞത് കാണാം. മുസന്നഫുകളിലും മറ്റും ധാരാളം പറഞ്ഞത് കാണാം. ഇമാമിങ്ങൾക്ക് ഒരുപാട് രേഖപ്പെടുത്തിയതായി കാണാം. ഉറൂസ് മുബാറക്കിന്റെ 3 രൂപത്തിൽ കുറച്ച് ആളുകൾ സിയാറത്ത് ചെയ്ത് ഉറൂസ് മുബാറക് നടത്തുന്നത് മഹാന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുലഫാഉൽ അർബയുടെ പരിപൂർണമായ ഇത്തിബാ ആണെന്നും അതിനെ ഒന്നും കൂടി വിശാലമാക്കിയാൽ അത് മാ റആഹുൽ മുഅ്മിനൂന ഹസനൻ ഫഹു ഇൻദല്ലാഹി ഹസൻ ആദാതു സാദാത്തി സാദാത്തുൽ ആദാത്ത് എന്ന നിലക്ക്, അതുപോലെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന അതിന്റെ വ്യാപ്തിയിൽ പെടുമെന്നും, അതേ സ്ഥാനത്ത് സുന്നത്ത് ജമാഅത്ത് ഇഷ്ടപ്പെടാത്ത, ശരീഅത്തിന് ഓപ്പോസിറ്റുള്ള, ശരീഅത്തിന് എതിരുള്ള കള്ളത്തൊരീക്കത്തുകാരും മറ്റും നടത്തുന്ന ഒരുപാട് ശരീഅത്തിന് വിപരീതമുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് ഉറൂസ്, ആ വിപരീതമുള്ള പ്രവർത്തനങ്ങളെ വർജിപ്പിച്ചുകൊണ്ടായിരിക്കണം ഉറൂസ് നടത്തേണ്ടതെന്നും വിശദമായി ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതാവൽ അസീസിയിൽ വിശദമായി പറഞ്ഞത് കാണാം. അപ്പൊ ഏതായാലും ഉറൂസ് മുബാറക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകൾ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദാറുൽ ഇഫ്താൽ അസ്ഹരിയയിൽ ഒരുപാട് ശേഖരിച്ചിട്ടുണ്ട്.
മഹാനവറുകൾ എഴുതിയ ഫത്വയിലും കാണാം, സൂചനകൾ ധാരാളം കാണാം. അതോടുകൂടെ ദാറുൽ ഇഫ്താൽ അസ്ഹരിയുള്ള 11ാമത്തെ അൽമാറയിലുള്ള മവാഹിബ് അർവാഹിൽ ഖുദുസ് ലികശ്ഫി ഹുക്മിൽ ഉർസ് മുബാറക്കിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, അൽ ഹുജ്ജത്തുൽ ഫായിഹ ലിതീബി തഈനി വൽ ഫാത്തിഹ, കശ്ഫുൽ ഹിജാബ് അൻ മസാഇൽ ഈസാലി സവാബ്, നുസ്റത്തുൽ അസ്ഹാബ് ബി അഖ്സാമി ഈസാലി സവാബ്, അൽ ഖൗലു സവാബ് ഫി മസ്അലത്തി ഈസാലി സവാബ്. അതുപോലെ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ പേരിൽ, അതുപോലെ വഫാത്തായ മഹത്തുക്കളുടെ പേരിൽ എല്ലാം നടത്തപ്പെടുന്ന അനുസ്മരണ മജ്ലിസുകൾ, പരിശുദ്ധ ഖുർആൻ ഓത്ത്, ഖത്മുൽ ഖുർആൻ, അതുപോലെ ഇത്ആം ഭക്ഷണം നൽകുക, സ്വദഖ ഹദിയത്ത് മുഅ്മിനീങ്ങളെ തൊട്ടൊക്കെ ചെയ്യുക. ഇതെല്ലാം വിശദമായി അശ്ശൈഖ് ഇബ്രാഹിമുൽ മൂസിൽ ബഗ്ദാദി അൽ ഹനഫി ഇബ്നുൽ ബർനി എന്നിവർ എഴുതിയ ഗ്രന്ഥം, അതുപോലെ അൽ ഹിസാനുൽ അമീം ബിൻതിഫാഇൽ മയ്യിത്ത് ബിൽ ഖുർആനിൽ അലീം ഷംസുദ്ദീൻ ബസ്രി ഷാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി ഗ്രന്ഥം, ഇബ്നുൽ ഖത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അർ-റഹ്മാത്തുൽ വാസില ഇലൽ അംവാത് സദറുദ്ദീനിൽ മുനാവി തങ്ങൾ 804 ഹിജ്റയിൽ വഫാത്തായ. അതുപോലെ കശ്ഫു ശുബ്ഹാത്തി അൻ ഇഹ്ദാഇൽ ഖുറാഇ വസാഇറിൽ ഖുർബാത്തി ലിൽ അംവാത് ലിശൈഖ് മുഹമ്മദ് ഹസൻ റബീ, ഫസ്ലുൽ ഖിതാബ് ഫീ ഹുക്മി ദുആഇ ബിഇസാലി സവാബ് വജീഹുദ്ദീൻ الزبيدي اليمني الشافعي، قرة العين بثواب الواصل الميت والأبوين حافظ السخاوي റഹ്മത്തുള്ളാഹി അലൈഹിം പോലോത്ത മഹാന്മാർ എഴുതിയ ഗ്രന്ഥമാണ്. ആ മഹാന്മാരൊക്കെ ഈ മഹത്തുക്കളെ മേൽ ഫാത്തിഹ ഓതുന്നതിനെ സംബന്ധിച്ചും ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ചും സ്വദഖ ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ ധാരാളം പറഞ്ഞത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തുക്കളുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അതോടുകൂടെ ഉറൂസുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മാ സബത മിന സുന്ന ഫി അയ്യാമിസ് സന, അതിൽ പറഞ്ഞത് കാണാം, വലിയ ബറക്കത്തും നൂറാനിയത്തും ലഭിക്കും മഹത്തുക്കളായ വഫാത്തിന്റെ ദിനം എന്ന് ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്ത് റഹ്മഹുല്ലാഹ് ദാറുൽ ഇഫ്താൽ അസ്ഹരിയിൽ മാ സബത മിന സുന്നയിൽ പ്രത്യേകമായി ശേഖരിച്ചു വെച്ചത് കാണാം. അതോടുകൂടെ ഒരുപാട് മഹാന്മാർ, അബ്ദുൽ ഹഖ് ദഹ്ലവി തങ്ങൾ തന്നെ മദാരിജുൻ നുബുവയിലും അശിയത്തുൽ ലംആത്തിലൊക്കെ ധാരാളം പറഞ്ഞത് കാണാം. മാത്രമല്ല മഹാനായ അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അഖ്ബാറുൽ അഖ്യാർ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ പറഞ്ഞ ചില പരാമർശം മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരിക്കൽ അശ്ശൈഖ് ഖ്വാജ ഹുസൈൻ അൻ നാഗൂരി റഹ്മത്തുള്ളാഹി അലൈഹി, ശരീഅത്തിന്റെയും ത്വരീഖത്തിന്റെയും വലിയ പാണ്ഡിത്യമുള്ള വലിയൊരു മഹാനാണ് അശ്ശൈഖ് ഖ്വാജ ഹുസൈൻ അൻ നാഗൂരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ തന്റെ ഉപ്പാപ്പയായ ഖ്വാജ സൂഫി ഹമീദുദ്ദീൻ നാഗൂരി റഹ്മത്തുള്ളാഹി പോലത്തെ മഹാന്മാരുടെ ഉറൂസ് മുബാറക്ക് നടത്തി. എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇതാ ജനങ്ങൾക്കൊക്കെ ഭക്ഷിപ്പിക്കുകയാണ്. മാത്രമല്ല മഹാനവറുകൾക്ക് സ്വന്തം കഴിക്കാൻ വേണ്ടി, മഹാനവറുകൾ സുന്നത്ത് നോമ്പുള്ളത് കൊണ്ട് ഭക്ഷണം കുറച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി ഉറൂസിന്റെ ഭക്ഷണം എടുത്തു വെക്കുകയാണ്. മാത്രമല്ല നാഗൂർ നാട്ടിലെ ആളുകൾ, രാജസ്ഥാൻ നാഗൂറിലെ ആളുകൾ മഹാനവറുകളുടെ ഉപ്പാപ്പയുടെ ഉറൂസിന്റെ സമയത്ത് അരിയും മറ്റും കൊണ്ടുവന്ന് ഭക്ഷണമുണ്ടാക്കി അത് വിതരണം ചെയ്യുമ്പോൾ മഹാനായ അശ്ശൈഖ് ഖ്വാജ ഹുസൈൻ നാഗൂരി തങ്ങൾ അല്പം അത് വാങ്ങിക്കൊണ്ട് തൻ നോമ്പ് തുറക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് അഖ്ബാറുൽ അഖ്യാറിൽ അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി 394 പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതോടുകൂടെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അമാൻ പാനിപ്പത്തി 997 വഫാത്തായ വലിയൊരു മഹാനവറുകളെ സംബന്ധിച്ച് അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അഖ്ബാറുൽ അഖ്യാറിൽ തന്നെ പറയുന്നു, റബീഉൽ ആഖിർ അതായത് റബീഉൽ സാനി 11-ാം തീയതി മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഉറൂസ് മുബാറക്ക് ദിനം, ജീലാനി ദിനം 11-ാം രാവിലെ ആ പുണ്യമായ ഗൗസ് ആലം റളിയല്ലാഹുവിന്റെ ആണ്ട് ദിനം, വഫാത്ത് ദിനം, മഹാനവറുകളുടെ വഫാത്ത് ദിനം ജീലാനി ദിനത്തിൽ മഹാനായ അശ്ശൈഖ് അമാൻ പാനിപ്പത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്ന് മഹാനായ ഗൗസുൽ ആലം റളിയല്ലാഹുവിന്റെ ഉറൂസ് ദിനമാണ്. അതുകൊണ്ട് ഗൗസുൽ ആലം റളിയല്ലാഹുവിന്റെ കാൽപാദത്തെക്കാളും ഞാന് കാല് ഉയർത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ആർക്കും മനസ്സിലായിട്ടില്ല വിഷയങ്ങൾ. അങ്ങനെ ഉറൂസിന്റെ ഭക്ഷണം ഉണ്ടാക്കുകയും അത് വിതരണം ചെയ്യുകയും അങ്ങനെ സുബ്ഹാന ജല്ല ജലാലുഹു മഹാനവറുകൾ റബീഉൽ ആഖിർ 12-ാം തീയതി പെട്ടെന്ന് മഹാനവറുകൾക്ക് സക്രാത്തുൽ മൗത്ത് ഇതാ ഉണ്ടാവുകയും മഹാനവറുകൾ ഇതേ അവസ്ഥയിൽ തൗഹീദിന്റെ കലിമ ഉച്ചരിച്ചുകൊണ്ട് മഹാനവറുകൾ റബീഉൽ ആഖിർ 12-ാം തീയതി 997 വഫാത്തായി എന്ന് അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അഖ്ബാറുൽ അഖ്യാർ 498-ാമത്തെ പേജിൽ പറയുകയാണ്. അതുപോലെ ഷെയ്ഖ് റുക്നുദ്ദീൻ ഇബ്നു ഷെയ്ഖ് അബ്ദുൽ ഖുദ്ദൂസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം
ഇതാ ഷെയ്ഖ് മീർ ഇബ്രാഹിം 953 ഹിജ്റ വഫാത്തായ ആ മഹാനവറുകൾ അടുക്കൽ പോവുകയാണ് ഷെയ്ഖ് റുക്നുദ്ദീൻ എന്നവർ. എന്നിട്ട് പറയുന്നു, ഇന്ന് ഖ്വാജ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കിദ് ദഹ്ലവി റഹ്മത്തുള്ളാഹിയുടെ ഉറൂസി ദിനമാണ്, നമുക്ക് സദസ്സിൽ സംബന്ധിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകളുടെ സംബന്ധിക്കാൻ പറഞ്ഞത് അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അഖ്ബാറുൽ അഖ്യാർ 512 പേജിൽ പറയുകയാണ്. അതുപോലെ വലിയ പെരുന്നാൾ ഈദുൽ അദ്ഹ ദിനം ഡൽഹിയിൽ ഉള്ള ആളുകൾ ഇതാ സിറ്റിയിൽ നിന്ന് പുറപ്പെട്ട് ബഹുമാനപ്പെട്ട മൗലാന അഷെയ്ഖ് മജിദുദ്ദീൻ ഹാജി റഹ്മത്തുള്ളാഹിലെ 623 വഫാത്തായ മഹാനവരുടെ മഖ്ബറയിൽ പോയി ഇതാ സിയാറത്ത് ചെയ്യുകയും അന്ന് മജിദുദ്ദീൻ എന്നവരുടെ ഖത്ബ് ഷരീഫിന്റെ ദിനമാണെന്ന് പറയുകയും അങ്ങനെ അവിടെ സിയാറത്ത് ചെയ്ത സംഭവം ബഹുമാനപ്പെട്ട ഈദുൽ അദ്ഹയിലാണ് അവിടെ പോയി സിയാറത്ത് ചെയ്യാറുള്ളത് എന്ന് അഖ്ബാറുൽ അഖ്യാർ 113 പേജിൽ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും വർഷത്തിലൊരു പ്രാവശ്യമുള്ള സിയാറത്തും അതോടുകൂടെ ഉറൂസുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങൾ അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അശിഅത്തുൽ ആത്തിലും മാ സബത മിന സുനയിലും മദാരിജുൻ നുബുവയിലൊക്കെ പറഞ്ഞതുപോലെ അഖ്ബാറുൽ അഖ്യാറിലും ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രങ്ങളിൽ മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി അള്ളാഹുവിന്റെ വലിയ ആലിമും അള്ളാഹുവിന്റെ വലിയ ആരിഫും അതുപോലെ വലിയ മുത്തഖിയും മുർഷിദും വൈക്കാട്ടിയാണ് ബഹുമാനപ്പെട്ട ഇമാം അലിയു ശാലിയാത്ത് റഹ്മത്തുള്ളാഹി. അള്ളാഹു സുബ്ഹാനഹു തആല മഹാനവറുകളുടെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. മഹാനവറുകളുടെ അസാത്തിദത്ത് അഷിയാഖ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ മഹാന്മാരുടെ ദറജാത്ത് അള്ളാഹു തആല ഉയർത്തുമാറാകട്ടെ. പ്രത്യേകിച്ചും അലിയു ശാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ തലാമീദ് ഖുലഫായിൽ നിന്ന് പ്രത്യേകിച്ച് ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയും അവിടുത്തെ മശായിഖിന്റെ ഒക്കെ ദറജാത്ത് ഉയർത്തി അവരൊക്കെ മദദും ഹിമായത്തും ഷഫാഅത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു തആല മാഫാക്കി അനുഗ്രഹിക്കട്ടെ. ഇമാം അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളുടെ മർസിയത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അവസാനത്തിൽ പറഞ്ഞൊരു വാക്ക് കാണാം. ആരെങ്കിലും ബഹുമാനപ്പെട്ട അലിയു ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ മഖ്ബറയിൽ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ സലാമും പറയണമെന്ന് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്ത് റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുകയാണ്. നാം ചിന്തിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൻവാറുൽ ബിഷാറ ഫി മസാഇൽ ഹജ്ജ് വ സിയാറ ആ കിതാബ് മുതാലാ ചെയ്യുന്നവർ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദറത്തിൽ പോയാൽ എൻ്റെ സലാം പറയണമെന്ന് വസിയത്ത് ചെയ്യുമ്പോൾ ആ കിതാബ് മുതാല ചെയ്യുന്ന ആളുകൾ അധിക പേരും അവിടെ പോയി സലാം പറയുന്ന ഒരു ആദാത്തു സാദാത്തി സാദാത്തുൽ ആദാത്ത് മഹത്തുക്കളെ ഇടയിലുള്ള ആ പുണ്യകർമ്മം. അതേപോലെ ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അവിടത്തെ ഖസീദത്തുൽ ലാമിയ ഫി മർസിയത്തിൽ വാലിദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനവറുകളുടെ മർസിയത്തിൽ പറഞ്ഞതുപോലെ ആരെങ്കിലും അവിടെ പോകുമ്പോൾ എൻ്റെ സലാം പറയണം എന്ന് ബഹുമാനപ്പെട്ടവർ പറയുമ്പോൾ അവിടുത്തെ പ്രത്യക്ഷമായ ഇമാം ശാലിയാത്തി റഹിമത്തുള്ളാഹിയുടെ പ്രത്യക്ഷമായ ഹയാത്ത് കാലത്ത് ആര് പോകുമ്പോഴും അവിടെ സലാം പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുപോലെ അറിഞ്ഞവരായ ആ മർസിയത്ത് ഓതുന്നവരും ഇമാം ശാലിയാത്തി റഹിമത്തുള്ളാഹിയുടെ പിതാവിൻ്റെ ഹദറത്തിൽ പോകുമ്പോൾ ആ സലാം പറയുമ്പോൾ നമുക്ക് വലിയ മദദും ഹിമായത്തും ഷഫാഅത്തും ലഭിക്കപ്പെടാനതൊരു കാരണമാണെന്നും കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. മഹാനവറുകൾ പറയുന്നു, അസായിറഹു ബല്ലിഗ് സലാമി ളറിഅഹു ബിമഖ്ബാരി ജാമിഇൻ ശാലിയം ദാക ഷായിലു എന്ന് ബഹുമാനപ്പെട്ട പ്രത്യേകമായി സലാം പറയാൻ പറയുകയാണ്. സലാം എത്തിക്കാൻ പറയുമ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വളർച്ച, ആത്മീയമായ വളർച്ച നമുക്ക് ലഭിക്കുന്നു. ഇന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിരാളികൾ കള്ളത്വരീക്കത്തുകാർ ഇതാ അവരുടെ സഹവാസം കൊണ്ട് തർക്കിയല്ല തനസുലിയാണ് അധികം ഉണ്ടാകുക. അതുകൊണ്ട് അത്തരത്തിലുള്ള സഹവാസത്തെ തൊട്ട് നമ്മെയും സർവ്വ മുഅ്മിനീങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം അലിയു ശാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ എല്ലാ നിലക്കുള്ള മദദും ഹിമായത്തും ഷഫാത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ റബീഉൽ ആഖിർ
12 ഗൗസുൽ ആദമിനേക്കാൾ മുമ്പ് ഞാൻ കാലുയർത്തൂല എന്ന് പറഞ്ഞു റബീഉൽ ആഖിർ 12 വഫാത്തായ ബഹുമാനപ്പെട്ട അഷെയ്ഖ് അമാൻ പാനിപ്പത്തി റമദാൻ ഷരീഫിൽ ഒരുപാട് മഹത്തുക്കളെ അനുസ്മരിക്കപ്പെടുന്ന പുണ്യമാസം. റമദാന്റെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ശ്രദ്ധിച്ചിരുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാനവർ റമദാനിൽ പ്രത്യേക മജ്ലിസുകൾ, ഒരുപാട് വഅലിന്റെ മജ്ലിസുകൾ, അതിലൊക്കെ നൂറുകണക്ക് ആളുകൾ തൗബ ചെയ്ത് നന്നായ ഫസ്ഖിൽ നിന്ന് സ്വാലിഹ്യങ്ങളിലേക്ക് തിരിച്ചു വന്ന എത്രയോ സംഭവങ്ങൾ മഹാനവരുടെ ഗ്രന്ഥങ്ങളിലും മറ്റൊക്കെ കാണാം. അത് മുൻതളം മറ്റു ഗ്രന്ഥങ്ങൾ കാണാം. അതുപോലെ റമദാൻ ഷരീഫുമായി ബന്ധപ്പെട്ട അൽ വിദാ എന്ന് പറയുന്ന ഷഹർ റമദാൻ എന്ന ഗ്രന്ഥം എഴുതിയ ആ മഹാനായ ജമാലുദ്ദീൻ ജൗസി റഹ്മത്തുള്ളാഹിയിലേക്ക് വഫാത്തായ ഈ മാസം, അതുപോലെ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ചും ബദ്ർ ശുഹദാക്കളുടെ വഫാത്ത് ഷരീഫിന്റെ ശേഷം റമദാൻ 21 അലി റളിയല്ലാഹുവിന്റെ വഫാത്തിന്റെ ദിനം, അതിന്റെ ശേഷം 24 മഹാനായ അലി ശാലിയാത്ത് റഹ്മത്തുള്ളാഹി വഫാത്തിന്റെ ദിനമാണ്. മാത്രമല്ല ഈ മാസം വഫാത്തായ സർവ്വ മഹാന്മാർ മീർ അബ്ദുൽ വാഹിദ് അൽ ബൽഗ്രാമി, അതായത് ബിൽഗ്രാമിലെ മഹാനവറുകളും അവരൊക്കെ വഫാത്തായ മാസമാണ്. അള്ളാഹു അവരൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അലി ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ശിഹാബുദ്ദീൻ അഹമ്മദ് ശാലിയാത്ത് റഹ്മത്തുള്ളാഹിലേക്ക് എല്ലാ നിലക്കും ഉലൂമിനിക്ക് വലിയ പ്രോത്സാഹം നൽകിയ മഹാനാണ്. മാത്രമല്ല നിസാബ് സിൽസിലത്തുൽ നിസാബിയ, സിൽസിലത്തുൽ ഫഖ്രിയ, സിൽസിലത്തുൽ നിളാമിയ, 2 സിലബസിലും വലിയ കഴിവ് നേടാൻ ഇമാം ശാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സാധിച്ചത് അലിയു ശാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ നസീഹത്തും അവിടുത്തെ തർബിയത്താണ്. അതുകൊണ്ട് 2 മദീനത്തുൽ ഉലമ നമുക്ക് മറക്കാൻ പറ്റില്ല. മലബാറിലെ കേരളത്തിലെ മദീനത്തുൽ ഉലമ ശാലിയാത്തു ഷരീഫ, അതുപോലെ ഉത്തർപ്രദേശിലെ മദീനത്തുൽ ഉലമ ഘോസി ഷരീഫ്. കാരണം നിലാമിയ സിൽബസ് എന്ന് പറഞ്ഞാൽ മുല്ല നിലാം സിയാൽവി എന്ന് പറഞ്ഞ വലിയൊരു മഹാൻ, ആ മഹാനറിലേക്ക് ചേർത്തിട്ടാണ് നിസാമിയ നിസാബ് ഉള്ളത്. അതുപോലെ ഷാലിയം ഷെരീഫിലെ റമദാൻ ഷാലിയാത്തിയുടെ മകൻ ഫഖറുദ്ദീൻ ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി, പൊന്നാനി മഖ്ദൂമിന്റെ ഉസ്താദായ അവരിലേക്ക് ചേർത്തിട്ടാണ് ഫഖ്രിയ നിസാബ് എന്ന് മലബാറിൽ പറയുന്നത്. റമദാൻ ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഉംദത്തുൽ അസ്ഹാബ് വനുസഹത്തുൽ അഹ്ബാബ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം കയ്യെഴുത്ത് പതിപ്പ് ദാറുൽ ഇഫ്താൽ അസ്ഹറിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും മദീനത്തുൽ ഉലമ ഷാലിയം ഷെരീഫ് കാലിക്കറ്റ് കേരള, അതുപോലെ ഉത്തർപ്രദേശിലെ മദീനത്തുൽ ഉലമ മൗ ഘോസി മൗ UP, ആ മദീനത്തുൽ ഉലമ അവിടെ വലിയ ഒരു മഹാൻ മറവട്ട് കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അഷെയ്ഖ് ഉസ്മാൻ അഷെയ്ഖ് അല്ലാമ മുഹമ്മദ് ഹുസൈൻ ഇസ്ഫഹാനി സുമ്മൽ ഗൗസവി, അതായത് ഇസ്ഫഹാനിൽ നിന്ന് ഗോസിലേക്ക് മറവട്ട് വന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അല്ലാമ മുഹമ്മദ് ഹുസൈൻ ഇസ്ഫഹാനി തങ്ങൾ ഖാജ ബഹാഉദ്ദീൻ നഖ്ശബന്ദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുരീദും ഖലീഫയാണ് മഹാനവരുകൾ. അവിടുത്തെ കൽപ്പന പ്രകാരമാണ് ഇന്ത്യയിൽ ഗോസിലേക്ക് മഹാനായ അഷെയ്ഖ് മുഹമ്മദ് ഹുസൈൻ ഇസ്ഫഹാനി സുമ്മൽ ഗൗസവി, അത് ഗോസി നാട്ടിലേക്ക് പിന്നെ വന്നത്. അതുപോലെ അവരുടെ മക്കളിൽ അവരുടെ സന്താനത്തിൽപ്പെട്ട ആൾക്കാരാണ് ഖാദി ഹബീബുല്ലാഹിൽ ഗോസവി, ഹിമായുവിന്റെ കാലത്ത് ഖാദിയായിരുന്നു ഗോസിയിലെ. അതുപോലെ അവിടുത്തെ മകനായ അഷെയ്ഖ് അതാഉല്ലാഹിൽ ഗോസവി സുമ്മൽ ലഖ്നവി, പിന്നീട് ലഖ്നവിയിലേക്ക് പോയ അവിടുത്തെ മകനാണ് അഷെയ്ഖ് ഗുലാം നഖ്ശബന്ദ് അൽ ഗോസവി സുമ്മൽ ലഖ്നവി. ഗോസിലാണ് ഗുലാം നഖ്ശബന്ദ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചത്. പിന്നീട് ലഖ്നവിയിലേക്ക് പോയി. തദ്കിറത്തുൽ മുഫസ്സിരീൻ 1-ാം വാല്യം 106, 116, മആസിറുൽ കിറാം 213, 258, സുബ്ഹത്തുൽ മർജാൻ 78, 201, തദ്കിറത്തു ഉലമാഇൽ ഹിന്ദ് 158, മശായിറു അഹ്ലി ഹദീസ് ഫി ഖിദ്മത്തുൽ ഖുർആൻ 295, 297, അതുപോലെ നുസ്ഹത്തുൽ ഖാത്തിർ അടക്കം 6-ാം വാല്യം 213, തദ്കിറത്തു ഉലമായി അഹ്ലുസുന്ന 75 മുതൽ 81 വരെ. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഗുലാം നഖ്ശബന്ദ് അൽ ഗൗസവി റഹ്മത്തുള്ളാഹി അലൈഹി, അതായത് നിസാമിയ സിൽബസ് എഴുതിയ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ സിയാൽവി, മുല്ല നിസാമുദ്ദീൻ സഹാൽവി റഹ്മത്തുള്ളാഹി അലൈഹി, ആ മഹാനവരുകളുടെ ആ സിൽബസിന്റെ നേതാവായ മുല്ല നിസാമുദ്ദീൻ സഹാൽവിയുടെ ഉസ്താദും ഷെയ്ഖാണ് അഷെയ്ഖ് ഗുലാം നഖ്ശബന്ദിൽ ഗോസവി റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു ഈ മഹാന്മാരുടെയൊക്കെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. മഹാനായ അഷെയ്ഖ് ഗുലാം നഖ്ശബന്ദ് ലഖ്നവി, പിന്നീട് ലഖ്നവിയിൽ ഗോസിലാണ് ജനിച്ചത്, ലഖ്നവിയിലാണ് പിന്നീട് പോയി അവിടെ തന്നെയാണ് വഫാത്തായത്. 1126 തന്റെ ഷെയ്ഖിന്റെ കൂടെ ഷെയ്ഖ് മുഹമ്മദ് ലഖ്നവി
കൂടെയാണ് മഹാനവ മറവട്ടെടുക്കുന്നത്. മഹാനവറുകൾ എഴുതിയ അൻവാറുൽ ഫുർഖാൻ വ അസ്ഹാറുൽ ഖുർആൻ എന്ന് പറഞ്ഞ തഫ്സീർ ഗ്രന്ഥം, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ അഷേഖ് ഗുലാം നക്ഷബന്ദ് ഘോസവി, അവർ ഘോസി നാട്ടിൽ ജനിച്ച് ലക്നൌവിൽ മറവട്ടു. അതുപോലെ ഷാലിയത്ത് റമദാൻ ഷാലിയാത്തി, അതുപോലെ ഫഖറുദ്ദീൻ ഷാലിയാത്തി, ഈ മഹത്തുക്കൾ നിസാമിയ സിൽബസിന്റെയും ഫഖറിയ സിൽബസിന്റെ മഹത്തുക്കളാണ്. അല്ലാഹു തആല മഹാന്മാരുടെയും എല്ലാം ദർജാത്ത് ഉയർത്തി, പ്രത്യേകിച്ചും അലി ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ദർജാത്ത് ഉയർത്തി അല്ലാഹു തആല നമ്മയും അവരെയും സുഖലോക സ്വർഗത്തിൽ ആ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ, ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ ദോഷങ്ങൾ അള്ളാഹു തആല മാഫാക്കി തരട്ടെ. അലിയു ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ ബറക്കത്ത് കൊണ്ട്, അതുപോലെ റമദാൻ 8 വഫാത്തായ ഇബ്രാഹിം കോയ ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിലെ ഈ പറഞ്ഞ മഹാന്മാരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ചും ബദർ ശുഹദാക്കളെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ദാറുൽ ഇഫ്താൽ അസ്ഹറുടെ എല്ലാ ഖാദിമീങ്ങൾക്ക്, അതുപോലെ സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും ഖൈറും ലുത്ഫും ആഫിയത്തും സലാമത്തും ഇസ്തിഖാമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.